പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയായി കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെടുന്ന മാതാവിന്റെ മാധ്യസ്ഥതയിൽ ഇന്ന് ഈ പ്രാർത്ഥന കാത്തിരിക്കുന്ന എല്ലാ മക്കളെയും ഞാൻ ആശീർവദിക്കുന്നു. അമ്മ ഇവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഗർഭിണികളായ മക്കൾ, അവിടെ കുഞ്ഞുങ്ങളെ ഓർത്ത് വിഷമിക്കുന്നവരുണ്ട്. ചിലർക്ക് അനക്കമില്ലാത്ത കുഞ്ഞുങ്ങൾ ഉണ്ടാവും. ചിലർക്ക് രോഗങ്ങൾ മാറാത്ത കാരണം ഉറക്കമില്ലാത്തവരുണ്ടാവും. ഈശോയെ, പലതരത്തിൽ വേദന അനുഭവിക്കുന്നവരും പൊറുക്കാത്ത വ്രണങ്ങളുള്ളവരും ഉച്ചമുള്ളങ്കാലം ഉണ്ടാകുന്ന രോഗങ്ങളൊക്കെ ഏറ്റെടുക്കണേ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, വിസ പ്രോസസ്സിലിരിക്കുന്നവരെ, വിസ പുതുക്കി കിട്ടാത്തവരെ, പല രേഖകൾ കിട്ടാത്തവരെ, അതുപോലെ തന്നെ യാത്ര മുടക്കമുള്ളവരെ, പല കാര്യങ്ങൾക്കും തടസ്സങ്ങളുള്ളവർ,
കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ജോലിയില്ലാത്തവർ, വീടില്ലാത്തവർ, സ്ഥലമില്ലാത്തവർ, ഓരോരോ ചെറിയ ചെറിയ സംരംഭങ്ങളിലൂടെ ജീവിക്കാൻ നോക്കുന്നവർ, കന്നുകാലികൾ വളർത്തിയും ചെറിയ കടകൾ നടത്തിയൊക്കെ ഉള്ളവർ, വളരെ ബുദ്ധിമുട്ടായിട്ട് ജീവിക്കുന്നവരുണ്ട്. ഈശോയെ, അവരുടെ ജീവിതത്തെ അങ്ങ് പുഷ്കരമാക്കണമേ. ഈ ആശീർവാദം കൊണ്ട് അവരെ അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പലതരത്തെ വേദന അനുഭവിക്കുന്നവരും പൊറുക്കാത്ത വ്രണങ്ങളുള്ളവരും ഉച്ചമുള്ളങ്കാലം ഉണ്ടാകുന്ന രോഗങ്ങളൊക്കെ ഏറ്റെടുക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ ഞാൻ നിന്നെ ആസ്വദിക്കും. എൻ്റെ പ്രിയപ്പെട്ടവർ, ഈ ദിവസങ്ങളിൽ പള്ളികളിൽ വായിച്ചപ്പോഴേ ഞാനൊരു പരിവചന സങ്കീർത്തനം കേട്ട് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഹോസി പ്രവാചകൻ്റെ ആണ് അധ്യായം 6:6. ബലിയല്ല, സ്നേഹമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദഹനബലികളല്ല, ദൈവജ്ഞാനമാണ് എനിക്കിഷ്ടം. എൻ്റെ പ്രശ്നം, ദൈവം ആഗ്രഹിക്കുന്ന വിഷയം എന്താണ്? സ്നേഹമാണെന്ന്. ഇത് നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം. അത് നമ്മൾ പണ്ട് ഞാൻ പള്ളിയെ കുറിച്ച് ഒരു പള്ളിയിൽ എനിക്ക് പണ്ട് മെയിൻ പരിപാടിയായിരുന്നു കുരിശിൻ്റെ വഴി. പള്ളിയിലിരിക്കുമ്പോൾ അത് ഒരു ഉച്ചക്ക് തുടങ്ങും, അതായത് ഒരു 3 മണിയാകുമ്പോൾ തുടങ്ങും. ഒരു ബറ്റാലിയൻ അൽമേനികളെ, നല്ല അറിവ് പണ്ഡിത്യമൊക്കെ ഉള്ള അൽമേനികളെ കുരിശിൻ്റെ വഴി പ്രസംഗിക്കാൻ വേണ്ടി ട്രെയിൻ ചെയ്യും. അത് എൻ്റെ മുറിയിൽ വിളിച്ചു കൂട്ടി. ഞങ്ങളെല്ലാം കൂട്ടുകാരാണ്. കാര്യം അന്ന് ഞാൻ കൊച്ചച്ഛനായിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും എൻ്റെ പ്രായക്കാർ തന്നെയാണ്. എല്ലാവരും ട്രെയിൻ ചെയ്തെടുക്കും. എന്നിട്ട് അവർ വെള്ളയൊക്കെ എടുത്ത് കറുത്ത കുരിശൊക്കെ പിടിച്ച് എൻ്റെ കൂടെ വരും. എന്നിട്ട് അപ്പോൾ ഈ ഞങ്ങൾ മേഖലാ കുരിശിന് വഴിയെന്നാണ് പറയണം. വെച്ച് കഴിഞ്ഞാൽ ഒരു 3-4 കുടുംബ യൂണിറ്റുകൾ ഒരുമിച്ച് കൂട്ടിയിട്ടാണ് നടത്തുന്നത്. അപ്പോൾ എന്നുവെച്ചാൽ ഒരു 2-3 വാർഡുണ്ടാവും. അപ്പോൾ ഈ വാർഡിലുള്ള ആൾക്കാരെല്ലാം കൂടി ഇതിൻ്റെ കൂടെ കൂടും. അത് അവസാനിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി 2 മണിയാകുമ്പോഴൊക്കെയാണ് ഇത് അവസാനിക്കണത്. അപ്പോൾ വെള്ളവും പെട്രോമാക്സും ഇതെല്ലാം കേട്ട് ആൾക്കാരാണെങ്കിൽ വളരെ ഭക്തിയോടുകൂടെ, അത് ഇതെന്ന് വെച്ചാൽ ഇതിനെല്ലാം മധ്യസ്ഥ പ്രാർത്ഥന ഉള്ളത് കൊണ്ടും ഞാനിതൊക്കെ ഒരു മിഷനായിട്ടാണ് ചെയ്യേണ്ടത്. കർത്താവിൻ്റെ അടുത്ത് ആരാധനയ്ക്കും ഒറ്റക്കൊക്കെ നിർന്ന് എപ്പോഴും ഇതിൻ്റെ വിശദത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മളെപ്പോഴും ചെയ്യുമ്പോഴേ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ എല്ലാം ഇങ്ങനെ ഫങ്ഷനായിട്ടാണ് ആൾക്കാർ ചെയ്യേണ്ടത്. ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ, കല്യാണത്തിനൊക്കെ ചെല്ലുമ്പോൾ നല്ലൊരു അഭിഷേകമായിരിക്കും അവിടെ. ചില വീട്ടിൽ ചെല്ലുമ്പോൾ നിറയത്തിൽ തമ്മിലിരിക്കും. എന്താ കാര്യത്തിന് അവിടെ ആർക്കും അവരത് പ്രേയർ ചെയ്തല്ലേ ചെയ്യണം. അവർ മനുഷ്യന്മാർ ചെയ്യണ പോലെയൊക്കെ ചെയ്യും. സാധാരണഗതിയിൽ ഓരോരുത്തർ കാര്യങ്ങൾക്ക് വേണ്ടി അവരങ്ങനെ ഇപ്പം തിരക്കൊക്കെ കാണിച്ച് അവരുടെ ലക്ഷ്യങ്ങളൊക്കെ വേറെ ആയിരിക്കും. ദൈവം പോലും ഉണ്ടാകത്തില്ല അവരുടെ ചിന്തയിൽ ആ കാലത്ത്. അതുകൊണ്ട് ആ വീടുകളൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഞാൻ പിന്നെ ഇടവക വികാരിയാകുമ്പോൾ പോകണമല്ലോ എല്ലായിടത്തും. കരയുന്നവിടെ കരയണം, ദുഃഖിക്ക് സന്തോഷിക്കുന്നവിടെ സന്തോഷിക്കണം. അതല്ലേ പോളിസി. ദിവസം പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് ചിലയിടത്ത് ചെല്ലുമ്പോൾ സങ്കടം വരും, ചിലയിടത്ത് ചെല്ലുമ്പോൾ നല്ല അഭിഷേകമായിരിക്കും. അപ്പോൾ ഇതിപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ പ്രാർത്ഥിച്ച് ചെയ്യണ കാരണം നല്ല അച്ചടക്കമാണ്, നല്ല ആൾക്കാരുടെ അകത്ത് ലയിച്ചെന്ന് പ്രാർത്ഥിക്കും. പക്ഷെ ഒരു ദിവസം തുടങ്ങിയപ്പോൾ ഒരു ചേടത്തി, അവർ എല്ലാവരുമായിട്ട് കലഹം ഉണ്ടാക്കണ ചേടത്തിയാണ്. അത് ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പള്ളിയിലൊക്കെ ചൂടാകണില്ലേ, അത് ഇതുപോലെ കുറേ ജന്മങ്ങളെ കണ്ടിട്ട് അനുഭവിച്ചിട്ടാണ് ഈ പള്ളിയിലൊക്കെ ഇടയ്ക്ക് ഞാൻ പ്രസംഗിക്കുമ്പോഴൊക്കെ എന്തൊക്കെ പറയണത്. അതായത് ഈ ചേടത്തി 12ാം സ്ഥലത്ത് വെച്ച്, അത് നിങ്ങൾ ജനഗുരുക്കന്മാർ ചിലപ്പോൾ പൊടിക്കൈ പറയാമായിരിക്കും. അത് ഞാൻ ഈ പൊടിക്കൈയല്ലേ പറയണത്, ഞാൻ കണ്ട കാഴ്ചയാണ്. ഇവർ 12ാം സ്ഥലത്ത് വെച്ച് പോയി കളഞ്ഞത്. ഒരു വീട്ടിലായിരുന്നത് 12ാം സ്ഥലം. എന്നിട്ട് പിന്നെ അവർ 14ാം സ്ഥലത്ത് പൊങ്ങി. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ 12ാം സ്ഥലത്തെ വീട്ടുകാരുമായിട്ട് ഇവർക്ക് വഴക്കാണ്. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഈ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യും. അവർ പള്ളിയിൽ പോകും, കുർബാന കുമ്പസാരിക്കും, കുർബാന സ്വീകരിക്കും. പക്ഷേ ഈ മറ്റുള്ളവർക്ക് ഇതിൽ വിശ്വാസം പോകാൻ കാരണം, ഇത് പങ്കെടുക്കുന്ന ആൾക്കാരുടെ കാട്ടായങ്ങളാണത്. അത് നമ്മളെ വല്ലാത്ത രീതിയിൽ ആൾക്കാരെ വിശ്വാസം ഉള്ളവർ കാണിക്കുന്ന വിശ്വാസരാഹിത്യങ്ങൾ, അത് നമുക്ക് ശരിക്കും ആത്മശോധന ചെയ്യേണ്ടതാണ്. മുൻപ് കാലത്ത്
വിശ്വാസം ഉള്ളവർ കാണിക്കുന്ന വിശ്വാസരാഹിത്യങ്ങൾ. എൻ്റെ ഇടവകയിൽ ഒരു അച്ഛൻ ഇരിപ്പുണ്ടായിരുന്നു. ഇപ്പം ഇത് പറയണത് ശരിയാണെന്ന് അറിയത്തില്ല. അദ്ദേഹം കുർബാന ഞങ്ങളുടെ ഇടവകയിൽ ട്രഡീഷണൽ ഇടവകയായ കാരണം എല്ലായിടത്തും കുർബാന രോഗികൾക്ക് വെള്ളിയാഴ്ച കുർബാന കൊടുക്കണം, മാസാദ്യ വെള്ളിയാഴ്ച. അപ്പോൾ അത് എല്ലായിടത്തും ഇങ്ങനെ അച്ഛൻ കൊണ്ട് കൊടുക്കും. അപ്പോൾ ഈ അച്ഛൻ കൊടുക്കണമല്ല, ട്രഡീഷണൽ ആയതുകൊണ്ട് അച്ഛനത് ചെയ്യണമല്ല എന്ന് വിചാരിച്ച് ചെയ്യണതാ. അപ്പോൾ അച്ഛൻ ഈ കപ്പേരും കൂടെ പോകണമല്ല. അച്ഛന് ഒന്നാമത്തെ കുർബാന കഴിയുമ്പോൾ കപ്പേര് രണ്ടാമത്തെ കുർബാനൊക്കെ നിൽക്കുമല്ലോ, അതുകൊണ്ട് കപ്പേരിന് കൂടെ വരാൻ പറ്റത്തില്ല. അപ്പം അച്ഛൻ എന്ത് ചെയ്യും? അച്ഛൻ നേരത്തെ പോകണം. അച്ഛനെ നിൽക്കാൻ അച്ഛൻ എന്ത് ചെയ്യും? അച്ഛൻ കുർബാന പോക്കറ്റിലിട്ടുണ്ട്. ആൾക്കാർക്ക് അറിയത്തില്ല ഈ കുർബാന ഇങ്ങനെ പോക്കറ്റിൽ ഇടുന്നുണ്ടോന്ന്. അന്ന് അങ്ങേര്, ഞാൻ വളരെ കുഞ്ഞായിരുന്നു, ഞാൻ സെമിനാരിലൊക്കെ പഠിക്കണ 1ാം 2ാം കൊല്ലമൊക്കെ പഠിക്കും. പക്ഷേ ആ അച്ഛൻ കൊച്ചച്ഛനാണ്. പക്ഷേ അത് നമ്മളെ കുർബാന കൊണ്ട് നെഞ്ചത്ത് വെച്ച് ഒരു മാല പോലെ ഒരു സംഭവം എടുത്തിട്ട് അതിൻ്റെ അകത്ത് കുർബാന അടക്കം ചെയ്തിട്ട് അത് നെഞ്ചത്ത് പൊക്കി വെച്ചിട്ട് കപ്പേര് മണി അടിച്ചിട്ടാണ് പോണത്. ഇപ്പം ഇന്ന് മണിയടി ഉണ്ടോയെന്നൊന്നും നമുക്കറിയത്തില്ല പള്ളികളിൽ. പക്ഷേ എന്നാലും ആ കൈ പൊത്തി കുട പിടിക്കുമ്പോൾ അറിയാൻ പറ്റും കുർബാന ഉണ്ടെന്ന് അറിയാൻ പറ്റും. പക്ഷേ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, ഇത് ജനങ്ങൾ അവസാനം കണ്ടുപിടിച്ചു അച്ഛൻ ഇങ്ങനെ കുർബാന അലക്ഷ്യമായിട്ട് കൊണ്ടുപോകണമെന്നുള്ളത്. അപ്പം നമ്മൾ എന്ത് അച്ഛനാണെന്ന് പറഞ്ഞാലും ശരി, അനുഷ്ഠാനങ്ങളിലും ആചാരങ്ങളിൽ നിന്നിട്ട് അതിൻ്റെ അർത്ഥം അങ്ങ് മനസ്സിൽ അറിയാതെ ചെയ്യണതായിരിക്കും, സൗകര്യത്തിന് ചെയ്യേണ്ടതായിരിക്കും. പക്ഷേ എന്താണ് അതിൻ്റെ അകത്തൊരു സ്നേഹക്കുറവുണ്ട്. അതാണ് പറഞ്ഞത്, ഞാൻ ബലിയല്ല ആഗ്രഹിക്കുന്നത്, സ്നേഹമാണെന്ന്. ഇപ്പം ഈ ചെടുത്ത് ചെയ്തതിന് അത് തന്നെയല്ലേ ചെയ്തിരിക്കുന്നത്. അവരാ 12ാം സ്ഥലത്ത് മുങ്ങിയിട്ട് 14ാം സ്ഥലത്ത് പൊങ്ങണം. അപ്പം ഇങ്ങനെ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുമ്പോൾ അർത്ഥം നഷ്ടപ്പെട്ട് അത് അനാചാരമായിട്ട് മാറും. നോൻപ് കാലത്ത് ആചാരങ്ങളൊക്കെ ചെയ്യുന്നവരുടെ ആചാരങ്ങൾ കൂടുതലാണ് നോൻപ് കാലത്ത്. പക്ഷേ അർത്ഥം നഷ്ടപ്പെട്ട സ്നേഹത്തിൽ വളരുന്നില്ല, അനുരഞ്ജനപ്പെടുന്നില്ല. ദുഃഖവെള്ളിയാഴ്ച കഴിഞ്ഞ് നിനക്ക് ശത്രു ബാക്കി അവശേഷിക്കണമെന്നുണ്ടെങ്കിൽ നീ ചെയ്ത മുഴുവനും അനാചാരമാണ്. ദുഃഖവെള്ളിയാഴ്ച കഴിഞ്ഞു, പിതാവ് ഇവർ ചെയ്യുന്ന എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞതിന് ശേഷവും അതിൽ ആ നഗരി കാണിക്കലും, ചില പള്ളികളിലൊക്കെ നഗരി കാണിക്കലില്ലേ, എന്തോ ഒരു ഇടിയാണ് ആൾക്കാരവിടെ രൂപം മുത്താനൊക്കെ. പക്ഷേ അതിനുശേഷം ആ ശത്രുതയായിട്ട് നിൽക്കുന്നു. കർത്താവിൻ്റെ തിരുസ്വരൂപം മുത്താൻ വേണ്ടി ഇടിച്ച ആൾക്കാരുടെയും ശത്രുതയായിട്ട് തന്നെ നിൽക്കുന്നു. അപ്പോഴെന്താ പറ്റേണ്ടത്? അർത്ഥം, ആചാരത്തിന് അർത്ഥം നഷ്ടപ്പെട്ട് അയാൾ കാണിച്ചത് അനാചാരമാണ്. അതുകൊണ്ടാണ് ദൈവതിരുസന്നിധി അസ്വീകാര്യമായി മാറുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം നോൻപ് കാലത്ത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ഹെന മേരി ജോയ്. ഞാൻ ആലുവയിൽ നിന്ന് വരുന്നു. ഞാൻ ഈ വർഷം മാർച്ച് 27-ാം തീയതിയാണ് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഒരു BSc നഴ്സാണ്. 2016-ലാണ് ഞാൻ പാസ് ഔട്ട് ആവുന്നത്. അന്ന് തുടങ്ങിയുള്ള എൻ്റെ വലിയൊരു ആഗ്രഹമാണ് വിദേശത്ത് ഒരു ജോലി നേടുക എന്നുള്ളത്. പക്ഷേ എൻ്റെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ കാരണം എനിക്കതിന് സാധിച്ചിരുന്നില്ല. അതിൻ്റെ കോച്ചിങ്ങിൻ്റെ ഫീസും എക്സാം ഫീസും ഒന്നും എനിക്ക് താങ്ങാവുന്നതിനപ്പുറമായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിനു വേണ്ടി ട്രൈ ചെയ്തിരുന്നില്ല. 2018 ഞാൻ OETക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് ആദ്യമായിട്ട് OET എക്സാം എഴുതി. ഞാൻ ഒത്തിരി പ്രതീക്ഷയിലാണ് എക്സാം എഴുതിയത്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഞാൻ വളരെയധികം നിരാശപ്പെട്ടു. ഞാൻ എക്സാമിന് ഫെയിലായി. അപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞു, OET ഒക്കെ ക്ലിയർ ചെയ്യണമെങ്കിൽ ഇംഗ്ലീഷിൽ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി വേണം, എന്നാൽ മാത്രമാണ് OET ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. എന്നെക്കൊണ്ട് സാധിക്കാത്ത കാര്യമാണ്, അതിന് പുറകെ പോകണ്ടെന്ന് എല്ലാവരും എന്നോട് പറഞ്ഞു. അപ്പം ഞാനും എന്നെ തന്നെ അത് പറഞ്ഞു പഠിപ്പിച്ചു. എനിക്ക് പറ്റാത്ത കാര്യമാണ്, ഗൾഫ് കൺട്രീസിലോട്ടുള്ള എക്സാം നോക്കാം, അതെനിക്ക് സാധിക്കും എന്നുള്ള രീതിയിൽ ഞാൻ നിന്നു. പിന്നീട് 3 വർഷങ്ങൾ പിന്നിട്ടു. എനിക്ക് ഒരു എക്സാമും ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് 3-ാം വർഷവും സാമ്പത്തികമായ ബുദ്ധിമുട്ട് എന്നെ വളരെയധികം തളർത്തി. അപ്പം ഞാൻ വീണ്ടും OET എക്സാമിന് ഡേറ്റ് എടുത്തു. ഈ വർഷം ഫെബ്രുവരി 5-ാം തീയതിയാണ് ഞാൻ ഡേറ്റ് എടുത്തത്. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ മിസ്റ്റേക്കുകളൊന്നും വരരുത് എന്ന് വിചാരിച്ച് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങിയാണ് ഞാൻ ആ എക്സാമും പോയി എഴുതിയത്.
റിസൾട്ട് വന്നപ്പോൾ വീണ്ടും ഞാൻ ഫെയിലായി. റൈറ്റിംഗ് സ്പീക്കിംഗ് എനിക്ക് കിട്ടി, റീഡിങ്ങും ലിസണിങ്ങും ഞാൻ ഫെയിലായി. എനിക്ക് വളരെയധികം നിരാശ വന്നു. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല, ഇത്തവണ ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് എഴുതിയതാണ്, എനിക്ക് കിട്ടിയില്ല. അങ്ങനെ ഞാൻ എൻ്റെ കൂട്ടുകാരെ വിളിച്ച് ഈ സങ്കടം പറഞ്ഞപ്പോൾ വിളിക്കുന്ന എല്ലാവരും എന്നോട് പറയുന്നത്, നീ കൃപാസനത്തിലോട്ട് ചെല്ല്, ഉടമ്പടി എടുക്കുക, ഉറപ്പായിട്ടും നീ ഇൻ കേസ് എഴുതിയില്ലെങ്കിലും നിനക്ക് OET ക്ലിയർ ചെയ്യാൻ പറ്റും. വിളിക്കുന്ന എല്ലാവരും പറയുന്നത് ഈ ഒരു കാര്യമാണ്. സത്യം പറഞ്ഞാൽ കൃപാസനത്തെ പറ്റി ഞാൻ ആദ്യമേ കേട്ടിട്ടുണ്ട്. ഈ ഉടമ്പടി എനിക്ക് ചെറിയൊരു പേടിയുണ്ടായിരുന്നു. നമ്മൾ വെക്കുന്ന കണ്ടീഷൻസ് അത് പാലിക്കാൻ പറ്റുമോ എന്നുള്ളൊരു പേടിയൊക്കെ കാരണമാണ് ഞാൻ ഉടമ്പടി എടുക്കാതിരുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മാതാവായിട്ട് ഞാൻ ചെറിയൊരു പിണക്കത്തിലായിരുന്നു. 4ാം വർഷം എക്സാം എഴുതുന്ന സമയത്ത് ഞാൻ എക്സാം എഴുതി അതിൻ്റെ റിസൾട്ടിന് വെയിറ്റ് ചെയ്യുവാണ്. ആ സമയത്താണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് വേളാങ്കണ്ണിക്ക് പോകുന്നത്. അപ്പം നമ്മൾ ആദ്യമായിട്ട് പോകുമ്പോൾ ചോദിക്കുന്ന കാര്യം മാതാവ് സാധിച്ചു തരും എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ആ എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പാസ്സായി, എനിക്ക് മാത്രം ഒരു സപ്ലി എക്സാം ഉണ്ടായിരുന്നു. അന്ന് തുടങ്ങി മാതാവായിട്ട് ഞാൻ ചെറിയൊരു പിണക്കത്തിലാണ്. ഞാൻ ചിന്തിച്ചിരുന്നത് മാതാവിന് ഭയങ്കര പാഷ്വാലിറ്റിയാണ്, കുറച്ച് പേരെ സെലക്ട് ചെയ്ത് വെച്ചേക്കുവാണ്, അവർ പറയുന്ന കാര്യങ്ങൾ മാത്രമേ മാതാവ് ചെയ്തു തരുള്ളൂ എന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ കൊന്തയൊന്നും ഞാൻ മുടക്കത്തില്ലായിരുന്നു. പേഴ്സണലായിട്ട് എനിക്ക് പ്രയർ ചെയ്യാൻ പൊതുവേ ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഈ ഒരു 2 കാര്യങ്ങളായിരുന്നു എനിക്ക് ഉടമ്പടി എടുക്കാനുള്ള ബുദ്ധിമുട്ട്. എന്നിരുന്നാലും OET ഒരു വലിയ കടമ്പയായതുകൊണ്ട് ഞാൻ മാർച്ച് 27-ാം തീയതി ഇവിടെ വന്നു. ഞാൻ നേരെ ഉടമ്പടി എടുത്തു. ഉടമ്പടിയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ വളരെ കൃത്യമായിട്ട് പാലിച്ചു. രാവിലത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന, സന്ധ്യപ്രാർത്ഥനയ്ക്ക് ശേഷമുള്ള ഉടമ്പടി പ്രാർത്ഥന, പിന്നെ ചൊവ്വാഴ്ചകളിലുള്ള ഉടമ്പടി ധ്യാനം, ചൊവ്വയും ശനിയുമുള്ള ഫാസ്റ്റിങ്, കാരുണ്യ പ്രവർത്തികൾ, പത്രം വാങ്ങിച്ചത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, പിന്നെ ടെസ്റ്റിമണീസ് ഞാൻ കുറേയും കേൾക്കുമായിരുന്നു. OET ആണ് എൻ്റെ വലിയൊരു കടമ്പ. അപ്പോൾ അതുകൊണ്ട് ഞാൻ OET ടെസ്റ്റിമണീസ് ഒത്തിരി കേൾക്കുമായിരുന്നു. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ഞാൻ കൃത്യമായിട്ട് ഫോളോ ചെയ്തു. അതുപോലെ തന്നെ ഞാൻ OET നന്നായിട്ട് പഠിക്കുകയും ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റ് വന്ന് ഒരാഴ്ചയ്ക്ക് മുന്നേ ഇവിടെ വന്ന് അച്ഛനെ കാണാൻ വേണ്ടി വന്നു. അപ്പം OETക്ക് 4 മൊഡ്യൂളാണുള്ളത്. എനിക്ക് ലിസണിങ് ആണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള മൊഡ്യൂൾ. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം അച്ഛനെ കാണുന്നതിന് മുമ്പ് ഇവിടെ ഒരു ആരാധനയായിരുന്നു. ആരാധനയ്ക്ക് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്ന ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ചൊല്ലി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന്. ചില വാക്കുകളൊന്നും എനിക്ക് കേൾക്കുന്നില്ല, എനിക്ക് തിരിച്ചു ചൊല്ലാനായിട്ട് പറ്റുന്നില്ല. അപ്പം ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവേ, ഈ ചെറിയ മലയാളം വാക്ക് പോലും എനിക്ക് ലിസൺ ചെയ്ത് എനിക്കത് ചൊല്ലാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ എങ്ങനെ ഒരു ഇൻ്റർനാഷണൽ എക്സാം OET ലിസണിങ് ഞാൻ എങ്ങനെ ക്ലിയർ ചെയ്യും, ഞാൻ എങ്ങനെ എഴുതും എന്ന് എനിക്ക് വളരെയധികം സങ്കടം വന്നു. ഞാൻ ഇവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞിട്ടാണ് ആരാധന കൂടിയത്. അതിനുശേഷം ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്നപ്പോൾ അച്ഛൻ എൻ്റെ ചെവിക്ക് പിടിച്ചു ആദ്യം. അപ്പം ഞാൻ എൻ്റെ പൊട്ടബുദ്ധിക്ക് ചിന്തിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഉടമ്പടി ചെറുതായിട്ടൊക്കെ ഒന്ന് ഉഴപ്പിയിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ ഇവിടെ വന്നപ്പോൾ അച്ഛൻ്റെ ആ ഒരു കഴിവിൽ മനസ്സിലായിട്ടുണ്ടാവും ഉടമ്പടി ഉഴപ്പിയ കാര്യം. അപ്പോൾ അച്ഛൻ എൻ്റെ ചെവിക്ക് പിടിച്ചതാണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. അപ്പോൾ എനിക്ക് അതും സങ്കടമായി. പക്ഷേ പോണ വഴിക്ക് എനിക്ക് കാറിലിരുന്നപ്പോൾ ആരോ എൻ്റെ മനസ്സിലിങ്ങനെ പറയുവാണ്, അച്ഛനത് നിന്നെ വഴക്കായിട്ട് പിടിച്ചതല്ല, നിനക്ക് ബുദ്ധിമുട്ട് ലിസണിങ് അല്ലേ, ഉറപ്പായിട്ടും അച്ഛൻ നിൻ്റെ ചെവിക്ക് പിടിച്ച് ബ്ലെസ് ചെയ്തതാണ്, അങ്ങനെ ചിന്തിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അതിൽ ഉറച്ചു വിശ്വസിച്ചു. ജൂൺ 11-നായിരുന്നു എൻ്റെ എക്സാം. ഞാൻ എക്സാമിൻ്റെ അന്ന് രാവിലെ എഴുന്നേറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി, മെഴുകുതിരി കത്തിച്ചു പിടിച്ച് അത് ചൊല്ലി. അതിനുശേഷം എൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് തേൻ കുടിച്ചു. പിന്നെ തൈലം ഞാൻ ചെവിയിലും സ്പീക്കിങ്ങിന് വേണ്ടി തൊണ്ടയിൽ, നെറ്റിയിൽ, കണ്ണിൽ, അങ്ങനെ തൈലം എല്ലാം കഴിഞ്ഞ് ബൈബിൾ വായിച്ച് എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ എക്സാമിന് ചെന്നത്. എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു. കാരണം ഞാൻ ഇത്രയും കൃത്യതയോടുകൂടി എല്ലാം ചെയ്തതുകൊണ്ട് 2 പ്രാവശ്യത്തെ വെച്ച് നോക്കുമ്പോൾ ഇത്തവണ എനിക്ക് ഭയങ്കര ഈസി ആയിരിക്കും എക്സാം ഞാൻ പ്രതീക്ഷിച്ചു. എക്സാം ഹോളിൽ കയറി എനിക്ക് മൊഡ്യൂൾസ് എല്ലാം കിട്ടി. ഞാൻ വളരെയധികം ഡിപ്രസ്ഡ് ആയിപ്പോയി. ഇത്രയും ടഫായിട്ടുള്ളൊരു എക്സാം ഞാൻ 2 പ്രാവശ്യം എഴുതിയിട്ടില്ല. കാരണം ഫസ്റ്റ് അറ്റംപ്റ്റും സെക്കൻഡ് അറ്റംപ്റ്റും എനിക്ക് ഭയങ്കര ടഫായിരുന്നെങ്കിലും അതിനേലും ടഫായിട്ടൊരു എക്സാമാണ് മാതാവ് എൻ്റെ ഫ്രണ്ടിൽ തന്നത്. ഞാൻ സത്യമായിട്ട് മാതാവിനോട് ചോദിച്ചു, വീണ്ടും എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയാണല്ലേ, ഇനിയൊരു എക്സാം എഴുതാനായിട്ട് എൻ്റെ കയ്യിൽ 10 പൈസയില്ല, അതുകൊണ്ട് വീണ്ടും എന്നെ കഷ്ടപ്പെടുത്തരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ എക്സാം ഹാളിൽ എനിക്കൊരു വ്യത്യാസം തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ കേൾക്കുന്ന ചില വാക്കുകൾ പക്ഷേ എഴുതുന്നത് വേറെ രീതിയിലാണ്. ഞാനിപ്പോൾ ഒരു വാക്ക് കേട്ടാൽ ഞാൻ എഴുതുന്നത് വേറെ രീതിയിലാണ്. പിന്നെ ഞങ്ങൾക്ക് ബിയും സിയും പാർട്ടുണ്ട് ലിസണിങ് റീഡിങ്ങിൽ. അതിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ നമ്മളൊരു ഓഡിയോ കേൾക്കുന്നു, എന്നിട്ട് നമ്മളത് മാർക്ക് ചെയ്യണം, എ ആണോ ബി ആണോ സി ആണോ. ഞാൻ കേൾക്കുന്ന ഓഡിയോയിൽ എൻ്റെ ആൻസർ സി ആണെങ്കിൽ ഞാൻ മാർക്ക് ചെയ്യുന്നത് ബി ആയിരിക്കും. വേറെ ആരോ എന്നെക്കൊണ്ട് ചെയ്യിക്കുന്ന മാതിരി എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് ലിസണിങ് റീഡിങ് ഞാനങ്ങ് ഉപേക്ഷിച്ചു. കാരണം എൻ്റെ കയ്യിൽ നിന്ന് കംപ്ലീറ്റ് പോയി. പിന്നീട് റൈറ്റിംഗ് ആണ് കിട്ടിയത്. അതും ഞാൻ പ്രതീക്ഷിച്ച പോലെ ആയിരുന്നില്ല, അതും പോയി.
എനിക്ക് കോൺഫിഡൻ്റ് ഉണ്ടായിരുന്ന മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ സ്പീക്കിംഗ് ആണ്. പക്ഷേ അതും ഓപ്പോസിറ്റായിട്ട് സംഭവിച്ചു. എനിക്ക് ഒട്ടും കോപ്പറേറ്റീവ് അല്ലാത്ത ഒരു എക്സാമിനറെ കിട്ടി. ഞാൻ പറയുന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് എൻ്റെ എക്സാമിനർ എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ 4 മൊഡ്യൂളും എൻ്റെ കയ്യിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് പോയി. ഞാൻ ഇറങ്ങി വന്നത് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, കുഴപ്പമില്ല, ഇനിയും നമുക്ക് ട്രൈ ചെയ്യാം, എന്തായാലും നീ സങ്കടപ്പെടണ്ടെന്ന് പറഞ്ഞു. എന്നാലും എനിക്ക് ഉടമ്പടി എടുത്തതിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ ഇത്രയും കൃത്യതയോടെ ചെയ്തതല്ലേ, എൻ്റെ കയ്യിൽ നിന്നെല്ലാം പോയി, ഇനി മാതാവ് നോക്കിക്കോളും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് റിസൾട്ടിന് വേണ്ടി 19 ദിവസത്തെ കാത്തിരിപ്പാണ്. ആ 19 ദിവസം ഞാൻ ചൊവ്വാഴ്ചകളിൽ ലൈവായിട്ടുള്ള ധ്യാനവും അല്ലാത്ത ദിവസങ്ങളിൽ റെക്കോർഡഡ് ആയിട്ടുള്ള റിട്രീറ്റും യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. അതെല്ലാം ഞാൻ കൂടി ഞാൻ പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിച്ചത് മാതാവിന് മാത്രമേ അറിയുള്ളൂ. അത്രയും ഞാൻ കഷ്ടപ്പെട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട് മാതാവിൻ്റെ അടുത്ത്. അത് കഴിഞ്ഞ് ജൂൺ 31 എൻ്റെ റിസൾട്ട് വരുന്ന ദിവസം. അന്ന് ഞാൻ റിസൾട്ട് വെയിറ്റ് ചെയ്ത് 31 വേണ്ടി ഇരിക്കുമ്പോൾ 29 ഞങ്ങളുടെ റിസൾട്ട് ഔട്ടായി. അങ്ങനെ റിസൾട്ട് നോക്കാൻ വേണ്ടി ഞാൻ ആദ്യം കാശ് രൂപം കയ്യിലെടുത്തു. എന്നിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, എനിക്കൊരു UK സ്കോറെങ്കിലും തരണം. ഞാനിങ്ങനെ ഒത്തിരി ടെസ്റ്റിമോണീസ് കേട്ടിട്ടുണ്ട്, ആദ്യം റിക്വയർഡ് സ്കോർ കിട്ടത്തില്ല, പിന്നെ റീവാലുവേഷന് കൊടുത്ത് സ്കോർ കിട്ടും എന്നുള്ള ഒത്തിരി ടെസ്റ്റിമോണീസ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ അവസ്ഥ അങ്ങനെയല്ല. എനിക്കിപ്പോൾ റീവാലുവേഷൻ ഒരു മൊഡ്യൂളാണെങ്കിൽ 8,000 നമ്മൾ പേ ചെയ്യണം. അപ്പോൾ റീവാലുവേഷനിൽ കിട്ടാനുള്ളൊരു സിറ്റുവേഷൻ അല്ല എനിക്ക്. അപ്പോൾ എന്തായാലും എനിക്ക് ഫസ്റ്റ് ചാൻസിൽ തന്നെ UK സ്കോർ കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. എന്നിട്ട് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഞാൻ എൻ്റെ സൈറ്റ് ഓപ്പൺ ചെയ്തു. എനിക്ക് കറക്റ്റ് UK സ്കോർ എത്രയാണോ വേണ്ടത് അത് തന്ന് മാതാവ് എന്നെ വളരെയധികം അനുഗ്രഹിച്ചു. അതുകൂടാതെ ഈ 4 മൊഡ്യൂളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സ്കോർ ഉള്ളത് ലിസണിങ്ങിനാണ്. എനിക്ക് ഏറ്റവും ടഫായിട്ടുള്ള ലിസണിങ് ആയിരുന്നു. ഏറ്റവും കൂടുതൽ എനിക്ക് സ്കോർ കിട്ടിയത് ലിസണിങ്ങിനാണ്. അങ്ങനെ OET എന്ന് പറഞ്ഞൊരു വലിയ കടമ്പ മാതാവ് തിരുക്കുമാരൻ്റെ അടുത്ത് നിന്ന് എനിക്ക് വേണ്ടി നേടിത്തന്നു. പിന്നെയുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ OET കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് UK ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ നമുക്ക് ജോലി നേടണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഓരോ ഏജൻസീസിൽ വിളിച്ചു. അപ്പോൾ എനിക്കൊരു 2.5 വർഷത്തെ കരിയർ ഗ്യാപ്പുണ്ട്. അപ്പോൾ UK നമുക്ക് ജോലി വേണമെങ്കിൽ 1.5 വർഷം വരെ കരിയർ ഗ്യാപ്പേ അക്സെപ്റ്റഡ് ആവുള്ളൂ. അതിൽ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ജോലി അവിടെ കിട്ടില്ല. അപ്പം ഞാൻ ഒത്തിരി ഏജൻസീസിൽ വിളിച്ചു. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഒട്ടുമിക്ക ഏജൻസീസ് ഞാൻ വിളിച്ചിട്ടുണ്ട്. അവരെല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞത് 6 മന്ത്സ് സ്റ്റിൽ വർക്കിംഗ് വേണം, അല്ലെങ്കിൽ ഒരു ഫേക്ക് സർട്ടിഫിക്കറ്റ് നമ്മൾ ആഡ് ചെയ്യണം. ഈ 2 ഓപ്ഷനാണ് നമുക്കുള്ളൂ. ഫേക്ക് സർട്ടിഫിക്കറ്റ് ഞാൻ എന്തായാലും റിജക്റ്റ് ചെയ്തു, അത് വേണ്ടാന്ന് പറഞ്ഞു. അല്ലെങ്കിൽ 6 മാസം നമ്മൾ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ 1 വർഷത്തേക്കാണ് നമുക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എല്ലാ ഹോസ്പിറ്റലുകാരും തരുള്ളൂ. അതിൽ താഴത്തോട്ട് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നമുക്ക് തരില്ല. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ സാലറി ഇല്ലാതെ നമ്മൾ ഹോസ്പിറ്റലിൽ ജോലി ചെയ്ത് കൊടുക്കണം. അങ്ങനെ ആ ഒരു ഓപ്ഷനേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. സാലറി ഇല്ലാതെ 6 മാസത്തേക്ക് ഞാൻ ജോലി ചെയ്യാം എന്ന കരാർ വെച്ച് ഞാൻ ജൂലൈ 11 ഒരു ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തു. എന്നാലും എൻ്റെ സങ്കടം ഈ 6 മാസത്തെ ഒരു നീണ്ട കാത്തിരിപ്പുണ്ടല്ലോ എന്നതായിരുന്നു. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ UK എൻ്റെ കൂടെ പണ്ട് വർക്ക് ചെയ്തൊരു ചേച്ചി എനിക്ക് വാട്സപ്പിൽ ഒരു ആഡ് അയച്ചു തരുവാണ്. ഒരു ഡയറക്റ്റ് ഇൻ്റർവ്യൂ വരുന്നുണ്ട്, ഓഗസ്റ്റിലാണ് ഇൻ്റർവ്യൂ, നിനക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്ത് നോക്ക്, എക്സ്പീരിയൻസ് ഒരു പ്രശ്നമല്ല, ഡയറക്റ്റല്ലേ നീ ചെല്ലാൻ പറഞ്ഞു. സാധാരണ ഈ OET കഴിഞ്ഞ് ഒരു CBT എക്സാം ഉണ്ട്, അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇൻ്റർവ്യൂസ് എല്ലാവരും അറ്റൻഡ് ചെയ്യാറ്. പക്ഷേ ഞാൻ CBT ക്ലിയർ ചെയ്യാത്തതുകൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഏജൻസിയിൽ അവരുടെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, നീ വന്ന് അറ്റൻഡ് ചെയ്യ്, കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ, അല്ലെങ്കിൽ കുഴപ്പമില്ല, നെക്സ്റ്റ് ഞങ്ങൾ ഷെഡ്യൂൾ ചെയ്ത് വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ഇൻ്റർവ്യൂവിന് മാതാവിനെ മുറുകെ പിടിച്ച് കാശ് രൂപം കൈ പിടിച്ച് ഞാൻ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അവിടെ എല്ലാവരും CBT ക്ലിയർ ചെയ്ത കാൻഡിഡേറ്റ് ആയിരുന്നു. ഞാൻ മാത്രമാണ് CBTയുടെ ക്ലാസ് പോലും അറ്റൻഡ് ചെയ്തിട്ടില്ല. അങ്ങനെ ഞാൻ അവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. എനിക്ക് ഫസ്റ്റ് ഇൻ്റർവ്യൂ തന്നെ സെലക്ഷൻ കിട്ടി. അത് UKയുടെ പ്രൈവറ്റ് ഹോസ്പിറ്റലല്ല, UK ഗവൺമെൻറ്റിൻ്റെ ഹോസ്പിറ്റലിലേക്കുള്ള ഇൻ്റർവ്യൂ ആണ് എനിക്ക് സെലക്ഷൻ കിട്ടിയത്. എല്ലാ ഏജൻസീസും 6 മാസത്തെ ഒരു സ്റ്റിൽ വർക്കിംഗ് ഉണ്ടെങ്കിലേ പറ്റൂ എന്ന് പറഞ്ഞ സ്ഥലത്ത് മാതാവ് വെറും 2 ആഴ്ചത്തെ വ്യത്യാസത്തിൽ എനിക്കൊരു ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്ത് തന്നു, അതെന്നെ പാസ്സാക്കി തന്നു. പിന്നീടുള്ള CBT എക്സാമാണ്. അതും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ CBT ക്ലിയർ ചെയ്തു. OET 3rd അറ്റംപ്റ്റ് ആയിരുന്നെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ CBT ക്ലിയർ ചെയ്തു. പിന്നീടുള്ള പ്രോസസ്സിംഗ് ഒക്കെ വളരെ ഫാസ്റ്റായിരുന്നു. ഇപ്പം ഞാൻ ഈ അൾത്താരയിൽ നിൽക്കുന്നത് എൻ്റെ ടിക്കറ്റും എൻ്റെ വിസയും എല്ലാം കയ്യിൽ വെച്ചുകൊണ്ടാണ്. ഞാൻ ഈ തിങ്കളാഴ്ച UKക്ക് പോവാണ്, അതായത് ഒക്ടോബർ 31. എൻ്റെ മാഡംസ് എല്ലാം എന്നോട് ചോദിച്ചു, ഇത്രയും ഫാസ്റ്റായിട്ട് ഒരു പ്രോസസ്സിങ് ഇതുവരെ നടന്നിട്ടില്ല, എന്താണ് ഇതിൻ്റെ കാരണം എന്ന്. അതുകൊണ്ട് എൻ്റെ മാതാവിനും തിരുക്കുമാരനും ഒത്തിരി നന്ദി.
പിന്നെ അതുകൂടാതെ എനിക്ക് വേറൊരു അനുഗ്രഹം സാധിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് 9 വർഷമായിട്ട് വലത് കാലിൻ്റെ മുട്ടിന് ഭയങ്കര വേദന ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് മുട്ട് കുത്താനോ ചമ്പളം അടിഞ്ഞിരിക്കാനോ ഒന്നും പറ്റത്തില്ല. ഇന്ത്യൻ ടോയ്ലറ്റ് ഒന്നും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ വളരെയധികം ബുദ്ധിമുട്ടിയായിരുന്നു. അങ്ങനെ ഞാൻ ഡോക്ടേഴ്സിനെ പോയി കണ്ടു. എക്സ്റേ എടുത്തു, കുഴപ്പമില്ല. ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, കുഴപ്പമില്ല. പിന്നെ ഡോക്ടർ പറഞ്ഞു MRI ചെയ്യാൻ. അങ്ങനെ ഞാൻ MRI ചെയ്തു. MRI ചെയ്തപ്പോഴത്തേക്കും അവർ പറഞ്ഞത് തണുപ്പ് കാലങ്ങളിൽ കണ്ടുവരുന്ന ഒരു സന്ധിവാതമാണ്, അതാണ് അതിൻ്റെ കാരണം. തണുപ്പിൽ മാത്രമേ വരുള്ളൂ, നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അത് ക്യൂർ ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും നമുക്കിത് പ്രിവെൻറ്റ് ചെയ്യാം. അതിന് കുറച്ച് മെഡിസിൻസും പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള ബ്ലഡ് ടെസ്റ്റുമാണ് അതിൻ്റെ പ്രിവെൻറ്റീവ് മെഷർ എന്ന രീതിയിൽ പറഞ്ഞു. അങ്ങനെ ഞാനത് ഫോളോ ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഉടമ്പടിയിൽ ഇത് വെക്കുന്നത്. അതിനുശേഷം ഞാൻ മെഡിസിൻസും എടുത്തിട്ടില്ല, ബ്ലഡ് ടെസ്റ്റും ചെയ്തിട്ടില്ല. ഇപ്പം എനിക്ക് മുട്ടുകുത്താം, ചമ്പളം പിടിഞ്ഞിട്ടിരിക്കാം, ഇന്ത്യൻ ടോയ്ലറ്റ് എനിക്ക് യൂസ് ചെയ്യാം. കാലിൽ യാതൊരു ബുദ്ധിമുട്ടും എൻ്റെ ഇല്ല. വലത്ത് കാലിൻ്റെ മുട്ടുവേദന കംപ്ലീറ്റ് ആയിട്ട് അമ്മ മാതാവ് എടുത്തു മാറ്റി. പിന്നെ ഞാൻ വെച്ചിരുന്നത് എൻ്റെ കുടുംബത്തിൻ്റെ ആരോഗ്യവും ആയുസ്സിനും വേണ്ടിയിട്ടായിരുന്നു. അതിന് ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. അതിൽ ഒരു 1-2 കാര്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ട്. എൻ്റെ കൊച്ചിന് 1.5 വയസ്സാണ്. അപ്പം ഹോളിൽ അവളൊരു ദിവസം ഫാൻ ഫുൾ സ്പീഡിൽ കറങ്ങുവാണ്. ഫാനിൻ്റെ തൊട്ട് ചോട്ടിൽ അവൾ മലന്ന് കിടന്ന് കളിക്കുവാണ്. അനിയത്തി സൈഡിലോട്ട് നിൽക്കുവാണ്. സൈഡിലിരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് എൻ്റെ അനിയത്തിക്ക് തോന്നി കൊച്ചിനെ അവിടെ നിന്നും മാറ്റാമെന്ന് തോന്നി. അങ്ങനെ അവൾ ഒരു സെക്കൻഡ് വ്യത്യാസത്തിൽ കൊച്ചിനെ മാറ്റുകയല്ല, ഫാനിൻ്റെ അവിടുത്തെ ഫാൻ ഹാങ് ചെയ്തത് സംഭവം പൊട്ടി. ഫാൻ ഫുൾ സ്പീഡിൽ കറങ്ങിയ ഫാൻ നേരെ നിലത്ത് വന്ന് വീണു. അവൾ ഒരു സെക്കൻഡ് എൻ്റെ കൊച്ചിനെ എടുത്ത് മാറ്റിയില്ലായിരുന്നെങ്കിൽ എൻ്റെ കൊച്ചിന് ഇന്ന് എൻ്റെ കയ്യിൽ ഉണ്ടാവില്ലായിരുന്നു. അങ്ങനെ ഒത്തിരി വലുതും ചെറുതായിട്ടുള്ള കാര്യങ്ങൾ മാതാവ് എനിക്ക് തന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട്. മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. പരിശുദ്ധമ്മയ്ക്ക് ഈശോയ്ക്കും പ്രത്യേകമായിട്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. മാതാവിനോട് പിണക്കമുണ്ടായിരുന്നു, പക്ഷേ ആ മാതാവ് തിരിച്ച് എത്രമാത്രം മനോഹരമായിട്ടാണ് ഈ മകളെ കൊണ്ടുപോയത്. വേളാങ്കണ്ണിയിൽ പോയി ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തൻ്റെ പഠന ഭാഗമായിട്ട് പരീക്ഷ പാസ്സാകണമെന്ന് ആഗ്രഹിച്ച് അമ്മയുടെ മുമ്പിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വന്ന് പ്രാർത്ഥിച്ച് എല്ലാവർക്കും കിട്ടി, തനിക്ക് മാത്രം കിട്ടിയില്ല. അതുകൊണ്ട് മാതാവിൻ്റെ പ്രാർത്ഥിക്കുന്നില്ലെന്നില്ല, പക്ഷെ ചെറിയൊരു പിണക്കമുണ്ടായിരുന്നു. പക്ഷെ അതേ അമ്മ ഇന്നൊരു പിണക്കവും ഇല്ലാതെ അമ്മ കൂടെ കൊണ്ട് നടക്കുകയും ഈശോയുടെ സ്നേഹം എത്രത്തോളം, ദൈവപിതാവിൻ്റെ സ്നേഹം എത്രത്തോളം വലുതാണ്, കരുതൽ എത്രമാത്രം വലുതാണ് എന്ന് അമ്മ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന് പറഞ്ഞ് ഉടമ്പടി കൃത്യമായിട്ട് എടുത്തത് വിശദമായിട്ട് പഠിച്ച് മനസ്സിലാക്കി അതിലൂടെ മുന്നോട്ട് പോവുകയും പ്രത്യേകിച്ച് ഈശോ നൽകുന്ന വലിയ കരുതൽ അതെങ്ങനെയൊക്കെയാണെന്ന് തിരിച്ചറിയാനായിട്ട് സാധിച്ചു. ലിസണിങ് വളരെ പ്രശ്നമായിരുന്നു. ഇവിടെ ഉടമ്പടി ധ്യാനത്തിൽ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അത് അച്ഛൻ പ്രാർത്ഥന ആവശ്യപ്പെട്ടപ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതുപോലും കേൾക്കാൻ പറ്റാതിരിക്കുമ്പോൾ അച്ഛൻ്റെ അടുത്ത് വന്നു പ്രാർത്ഥിച്ചു, അച്ഛൻ ചെവിയിൽ പിടിച്ചു എന്ന് പറയുന്നു. അതുപോലെ ഒരു അനുഗ്രഹമായിരുന്നു എന്ന് തിരിച്ചറിയാൻ തക്കവിധം പരിശുദ്ധ ഈശോയുടെ സാന്നിധ്യം ഈ മകൾക്ക് വളരെ വലുതായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു ഇടപെടൽ, അതിവേഗം കാര്യങ്ങൾ നടക്കുന്നു. അമ്മ ഓടിച്ചാടി നടന്ന് ഈ മകൾക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുന്നു. ഒരിക്കലും ഈ ബന്ധം മുറിയാനാവാത്ത വിധമുള്ള ഒരു അടുപ്പം ഈശോയും അമ്മയും ഈ മകളുമായിട്ട് എടുത്തു. അതുകൊണ്ടാണ് ഉടമ്പടി സ്വീകാര്യമായിരുന്നു, ദൈവത്തിന് ഏറ്റവും വളരെ പ്രീതിയുള്ളതായിരുന്നു. ആ പ്രീതിയുള്ള യാത്ര അത് വളരെ മനോഹരമായ അഭിഷേകമുള്ളതായിരുന്നു. അതുകൊണ്ടാണ് ഈ മകൾക്ക് A to Z ഇവിടെ സാക്ഷ്യം പറഞ്ഞ തുടക്കം മുതൽ അവസാനം വരെ ഒരു നോൺ സ്റ്റോപ്പായിട്ട് അമ്മ ഇങ്ങനെ കൂടെ നടക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്ക് പ്രത്യേകിച്ച് ഈ സാക്ഷ്യം കേട്ടപ്പോഴൊക്കെ പരിശുദ്ധമ്മ ഈശോ ഇങ്ങനെ കൂടെ നടക്കുന്നത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അത്രമാത്രം ഈശോയമ്മയും ഈ മകളെ ചേർത്ത് നിർത്തി ഒത്തിരിയേറെ കൂടെ കൊണ്ട് നടന്നു. ഉടമ്പടിയെക്കുറിച്ചുള്ള ആഴമായ ബോധ്യങ്ങൾ നൽകി. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന ആ വസ്തുത അത് എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അതിൻ്റെ ഫലമായിട്ട് അവൾ ഈ മകളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് പുറത്തേക്ക് പോകാനുള്ള കാര്യങ്ങളിലെല്ലാം അമ്മ മനോഹരമായിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. അപ്പോൾ തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മ ഈശോയും ചെയ്തു കൊടുത്ത ഈ വലിയ അനുഗ്രഹം കൃപ. പുറപ്പാട് 33:14 ഞാൻ നിന്നോട് കൂടെ വരികയും നിന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ജോഷയുടെ പുസ്തകം 1-ാം അധ്യായം 9-ാം തിരുവചനം പറയുന്നത്, നീ എവിടെ പോയാലും നിൻ്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ഇത്രമാത്രം ഹൃദയത്തിനുള്ളിൽ നിന്ന് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചിട്ട് മുന്നോട്ടാൻ സാധിച്ചതിന് പരിശുദ്ധമ്മയ്ക്ക് ഈശോയ്ക്കും ഈ മകളെ അനുഗ്രഹിച്ചതിന് കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് തൃത്വിക ദൈവത്തെ മഹത്വപ്പെടുത്തി കരമടിച്ച് അവിടുത്തെ. എൻ്റെ പേര് സുനോജ്, ഇതെൻ്റെ മോള് സെറ, 2-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ വരുന്നത് ഏറ്റുമാനൂരിൽ നിന്നാണ്. 2-ാമത്തെ തവണയാണ് ഈ പരിശുദ്ധമായ അൾത്താരയിൽ എനിക്ക് സാക്ഷ്യം പറയാനുള്ള അനുഗ്രഹം കിട്ടുന്നത്.
അമ്മയ്ക്കും തിരുക്കുമാരനും പിതാവായ ദൈവത്തിന് ഞാൻ 1000 നന്ദി പറയുന്നു. ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുള്ള എൻ്റെ എല്ലാ നിയോഗങ്ങളും അമ്മ മാധ്യസ്ഥം വഹിച്ച് നടത്തി തന്നു. ഒന്നാമത്തെ എൻ്റെ കാര്യം എൻ്റെ കുഞ്ഞിൻ്റെ കാര്യമാണ്. എൻ്റെ കുഞ്ഞിൻ്റെ സ്കിന്നിന് ഭയങ്കര കട്ടിയാണ്, എപ്പോഴും ചൊറിച്ചിലായിരുന്നു. കുളിപ്പിച്ചാലും ഏത് ടൈമിലും ഒരുപാട് മരുന്ന് തേച്ചു, ഓയിൽമെൻറ്റും ഒക്കെ തേച്ചതാണ്, പക്ഷേ മാറുന്നില്ല. അവസാനം ഞാൻ അമ്മയുടെ തൈലം അവളുടെ നെറ്റിയിൽ ചേർത്ത് വിശ്വാസപ്രമാണം ചെല്ലിച്ചു, കുഞ്ഞിനെയും കൊണ്ട് വിശ്വാസപ്രമാണം ചെല്ലിച്ചു. അവളുടെ ആ ചൊറിച്ചിൽ അപ്രത്യക്ഷമായി. ഇപ്പോൾ അവൾക്ക് അങ്ങനത്തെ ചൊറിച്ചിലോ ഒരു ബുദ്ധിമുട്ടോ ഇല്ല. പിന്നെ എൻ്റെ കുഞ്ഞൊരു മലയാളം മീഡിയത്തിലായിരുന്നു ഞാൻ ആദ്യം പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അമ്മയുടെ മരണം കഴിഞ്ഞ് എനിക്ക് ആ സ്കൂളിൽ വിടാൻ പറ്റത്തില്ല, കാരണം വണ്ടി 8 മണിക്ക് വരുമായിരുന്നു. അപ്പം എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു CBC സ്കൂളുണ്ട്, അവിടെ ആകുമ്പോൾ 9:15 വിട്ടാൽ മതി. ഞാൻ അന്നേരം കുഞ്ഞിനെ ആ സ്കൂളിലേക്ക് മാറ്റി. ഒരു സെമസ്റ്റർ കഴിഞ്ഞായിരുന്നു ആ സ്കൂളിൽ കൊണ്ട് ആക്കുമ്പോൾ. അവിടെ ചെന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ട് കൊച്ചിനൊന്നും പഠിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ട്. അവിടുന്ന് അവർ പറഞ്ഞു വിട്ടു, മാക്സിമം ഒന്ന് ട്രൈ ചെയ്യിക്കുക, KCB റൈറ്റ് പോലും അവൾക്ക് എഴുതാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി തൈലം തേച്ച് അവളുടെ ബാഗിനകത്ത് അമ്മയുടെ നേർച്ച വസ്തുവായ ഉപ്പും കൊടുത്തുവിട്ട് അമ്മയുടെ ഒരു ഫോട്ടോയും കൊടുത്തുവിട്ട് ഒറ്റ ആഴ്ച കൊണ്ട് ആ സ്കൂളിൽ ഏറ്റവും ടോപ്പാണ് എൻ്റെ കൊച്ച്. ഒരു മാർക്ക് പോലും കളയത്തില്ല, എല്ലാ വിഷയത്തിനും ഫുൾ മാർക്കാണ്. അതിന് അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. അടുത്ത എൻ്റെ കാര്യമാണ്. ഞാൻ 2019 കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് 3,86,000 രൂപ ലോൺ എടുത്തിരുന്നു. ലോൺ എടുത്തിട്ട് അത് തിരിച്ചടയ്ക്കാൻ പറ്റിയില്ല. കാരണം എന്നാന്ന് വെച്ചാൽ എൻ്റെ വൈഫ് വിദേശത്താണ് ജോലി ചെയ്യുന്നത്. എൻ്റെ വൈഫിന് ലോൺ കിട്ടിയ പേയ്മെൻറ്റും ഞാനിവിടെ പലരിൽ നിന്നും മേടിച്ച് ഒരാൾക്ക് 60 ലക്ഷം രൂപ വായ്പ കൊടുത്തിരുന്നു. അയാൾ എനിക്ക് ഇതുവരെ തിരിച്ചു തന്നില്ല. അത് ഞാൻ അമ്മേനെ ഇപ്പോൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അയാളുടെ ഫോട്ടോ എൻ്റെ ഫോണിലുണ്ടായിരുന്നു, അമ്മയെ കാണിച്ചിട്ടുണ്ട്. അമ്മ അത് ഏറ്റെടുത്തിട്ടുണ്ടെന്ന് എനിക്ക് ഉറച്ച് വിശ്വാസമുണ്ട്. ലോൺ അടയ്ക്കാൻ അതുകൊണ്ട് പറ്റിയില്ല. 40,000 രൂപ ഇൻട്രസ്റ്റ് അടിച്ചു. പിന്നെ ഒരു കാരണത്താലും അടയ്ക്കാൻ പറ്റിയില്ല. എൻ്റെ അമ്മയെക്കൊണ്ടാണ് ഞാൻ ലോൺ എടുപ്പിച്ചത്. അമ്മ മരിച്ചു 6 മാസം കഴിഞ്ഞപ്പോൾ ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നു, എത്രയും പെട്ടെന്ന് ലോൺ അടയ്ക്കണം. ഒരു മാർഗ്ഗവും ഇല്ല, കയ്യിൽ ഒരു ക്യാഷിന് ഒരു വഴിയില്ല, അയാളൊട്ട് പൈസ തന്നിട്ടുമില്ല. ഞാൻ അമ്മയോട് ചോദിച്ചു, എന്താ അമ്മയെ ചെയ്യാൻ മാർഗ്ഗം എന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞു, നീ എന്തായാലും ബാങ്കിലേക്ക് ചെല്ല്. ഞാൻ അമ്മയും കൂട്ടി, അതായത് ഉടമ്പടി കാശ് രൂപവും എടുത്ത് നേരെ കോപ്പറേറ്റീവ് ബാങ്കിൽ ചെന്നു. ബാങ്കിൽ ചെന്നപ്പോൾ ബാങ്കിലെ മാനേജർ അവിടെ ഇല്ല, ലീവിലാണ്, സെക്രട്ടറി മാഡം. അപ്പം അതിന് ഇൻചാർജ് ആയിട്ടുള്ള സാറിനെ പോയി കണ്ടു. സാറ് പറഞ്ഞു, ഒരു കാരണത്താലും നടക്കത്തില്ല, കാരണം ലോൺ എടുത്ത വ്യക്തിയും വസ്തു പേരിലുള്ള വ്യക്തിയുമായ ആൾ മരിച്ചുപോയി, ലോൺ അടയ്ക്കാതെ ഒരു മാർഗ്ഗവും ഇല്ല, എത്രയും പെട്ടെന്ന് അടയ്ക്കണം. ഞാൻ വിഷമിച്ചിങ്ങി ഇറങ്ങിയപ്പോൾ അവിടുത്തെ 2 സ്റ്റാഫുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. റിസ്ക് ഫണ്ട് നിങ്ങളുടെ പിടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല. അവർ നേരെ പോയി കമ്പ്യൂട്ടറിൽ നോക്കിയപ്പോൾ 500 രൂപ റിസ്ക് ഫണ്ട് പിടിച്ചിട്ടുണ്ട്, കുടിശ്ശിക ഉള്ളതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. സാധാരണ കോപ്പറേറ്റീവ് ബാങ്കിൽ കുടിശ്ശിക ഉണ്ടെങ്കിൽ അവർ തിരിഞ്ഞു നോക്കിയല്ല. അമ്മയുടെ ആ ഇടപെടൽ കൊണ്ടാണ് അവർ ആ റിസ്ക് ഫണ്ടിൻ്റെ കാര്യം നോക്കിയത്. ഞാൻ നേരെ എന്നാ ചെയ്തതെന്ന് വെച്ചാൽ, നമ്മുടെ സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ സാറ് ഞങ്ങളുടെ അവിടെയാണ് ഓഫീസ്. ഞാനിവിടെ ധ്യാനം കഴിഞ്ഞ് പോകുമ്പോൾ കാണാം, ഒരുപാട് വണ്ടി അവിടെയുണ്ട്, ഒരുപാട് പേര് സാറിനെ കാണാൻ വന്ന് നിൽക്കുന്നത്. ഞാനൊരു 3 പേജിൻ്റെ ഒരു അപേക്ഷ എഴുതി ഒരു സൺഡേയിൽ സാറിനെ കാണാൻ പോയി. ഭയങ്കര തിരക്കായിരുന്നു, എങ്കിലും സാറിൻ്റെ മുറിയിലോട്ട് എനിക്ക് കയറാനുള്ള അനുവാദം കിട്ടി. ഞാൻ ഈ അപേക്ഷ കൊണ്ട് 3-4 പേരകത്ത് നിൽപ്പുണ്ട്, അപേക്ഷ കൊണ്ട് സാറിൻ്റെ കൊടുത്തു. അപ്പം ഞാൻ ഒറ്റയ്ക്കല്ല പോയത്, ഉടമ്പടി കാശ് രൂപ എൻ്റെ കയ്യിലുണ്ട്, നേർച്ച വസ്തുവായ ഉപ്പുമായിട്ടാണ് പോയത്. ഉടമ്പടി കാശ് രൂപ എൻ്റെ വലത് കൈ പിടിച്ചിട്ട് ഞാൻ ആ അപേക്ഷ ആ സാറിൻ്റെ കയ്യിലോട്ട് കൊടുത്തു. സാറ് 3 പേജും ഫുൾ വായിച്ചു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. സാധാരണ ഇങ്ങനെ അപേക്ഷയൊക്കെ കൊണ്ടുപോയാൽ അവർ ഇങ്ങനെ മൊത്തം ഒന്ന് ഓടിച്ച് നോക്കും, ഫോൺ നമ്പർ അതിലുണ്ട്, കോൺടാക്റ്റ് ചെയ്യാൻ കേട്ടോ, വേണ്ടത് ചെയ്യാം എന്ന് പറഞ്ഞ് വിടാറുള്ളൂ. 3 പേജും വായിച്ചിട്ട് ഉടനെ തന്നെ അവിടുത്തെ സ്റ്റാഫിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവർക്ക് വേണ്ടത് പെട്ടെന്ന് തന്നെ ചെയ്തു കൊടുക്കാൻ. എനിക്ക് ഗവൺമെൻറ്റിൽ നിന്ന് 1.5 ലക്ഷം രൂപ സാറ് വാങ്ങിത്തന്ന് എൻ്റെ മുതലിലേക്ക്, കോപ്പറേറ്റീവ് ബാങ്കിലെ ലോണിൻ്റെ മുതലിലേക്ക് അടച്ചു തന്നു. ബാലൻസ് പൈസ അടയ്ക്കാൻ 6 മാസത്തെ സാവകാശവും സാറ് മേടിച്ചു തന്നു. ഞാൻ സാറിനെ അമ്മയുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. ഇത് എന്നെപ്പോലുള്ള അർഹതപ്പെട്ടവർ ചെല്ലുമ്പോൾ ഇനിയും ഇങ്ങനെ ചെയ്യാൻ സാറിന് സാധിക്കട്ടെ. അടുത്ത എൻ്റെ നിയോഗം, എനിക്ക് മുട്ടക്കോഴിയുടെ ബിസിനസ്സായിരുന്നു. 500 കോഴി ഉണ്ടായിരുന്നു. അമ്മ മരിച്ച്, ഞാനും അമ്മയും കൂടിയാണ് നടത്തിക്കൊണ്ടിരുന്നത്. അമ്മ മരിച്ചു കഴിഞ്ഞ് എനിക്കത് നടത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായി. 250 കോഴിയെ ഒരാൾക്ക് കൊടുത്തു, ബാക്കി 250 കോഴി കിടക്കുക. ആ 250 കോഴി ആദ്യം കൊടുത്തത് നല്ല മുട്ടയിടുന്ന കോഴിയായിരുന്നു, ബാക്കി കോഴിക്ക് മുട്ട കുറവുമായിരുന്നു. ഒരുപാട് പേരോട് ചോദിച്ചു, ഇറച്ചിക്കടയിലും കോഴിക്കടയിലും എല്ലാം ചോദിച്ചു, ആർക്കും വേണ്ട. കാരണം പോകാൻ ഭയങ്കര മടുപ്പാണ്, ബിസിനസ് ഭയങ്കര ഡള്ളാണെന്നാണ് അവർ പറഞ്ഞത്. ഞാൻ കോഴിക്കൂടിൻ്റെ അടിയിൽ കൊണ്ട് നേർച്ച വസ്തുവായ ഉപ്പിട്ട്
ഒരാഴ്ച വിശ്വാസ പ്രമാണം രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ചൊല്ലി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു കോഴിക്കടക്കാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു 5 കോഴിയെ കൊണ്ട് തരാൻ പറഞ്ഞു. ഞാൻ 5 കോഴിയെ കൊണ്ട് കൊടുത്തു. അയാൾ പറഞ്ഞു, ഇതിപ്പോൾ 2 ആഴ്ച കഴിയും തീരണമെങ്കിൽ, വേണമെങ്കിൽ ഞാൻ വിളിക്കാൻ കേട്ടോ പറഞ്ഞു. 1.5 മണിക്കൂർ കഴിഞ്ഞില്ല, അയാൾ 15 കോഴിക്ക് വിളിച്ചു. 10 ദിവസം കൊണ്ട് എൻ്റെ 250 കോഴിയെ അയാൾ എടുത്തു. ഭയങ്കര ഒരു അത്ഭുതം. കാരണം അയാൾക്ക് കോഴി വേണ്ടെന്ന് പറഞ്ഞതാണ്. അമ്മ എന്നെ അങ്ങനെ അനുഗ്രഹിച്ചു. അതിന് ഞാൻ 1000 നന്ദി പറയുന്നു. ഫെബ്രുവരി 15-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. എനിക്ക് 1,20,000 രൂപയുടെ സെൻറ്റ് ബെർണാഡ് എന്ന് പറഞ്ഞൊരു ഡോഗ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കതിനെ വിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം വലിയ ഡോഗ് ആയതുകൊണ്ട് ആരും മേടിച്ചുകൊണ്ട് പോവുകയില്ല. അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ച, അമ്മയെ ബർത്ത്ഡേയുടെ ഗിഫ്റ്റായിട്ട് എനിക്ക് ഈ ഡോഗിനെ വിൽക്കാൻ സാധിക്കണം, അമ്മ എനിക്ക് ഗിഫ്റ്റ് തരണമെന്ന്. ഫെബ്രുവരി 15-ാം തീയതി എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് രാവിലെ തന്നെ എൻ്റെ ഡോഗിനെ മേടിക്കാൻ ആൾ വന്ന് എനിക്ക് ക്യാഷും തന്ന് എൻ്റെ ഡോഗിനെ കൊണ്ടുപോയി. അതിന് ഞാൻ അമ്മയ്ക്കും തിരുക്കുമാരനും പിതാവായ ദൈവത്തിനും 1000 നന്ദി പറയുന്നു. എല്ലാ ആഴ്ചയിലും ഞാൻ ഇവിടെ ധ്യാനം കൂടാൻ വരുന്നതാണ്. നേരത്തെ വ്യാഴാഴ്ചയായിരുന്നു ധ്യാനം. ഒരു വ്യാഴാഴ്ച ഞാൻ വന്നപ്പോൾ ധ്യാനമില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഞാൻ ഇവിടെ ഇരുന്ന് കുറച്ച് ജപമാല ചൊല്ലി. എന്നിട്ട് അന്നേരം എന്നോട് പറയുക, നീ മെഡിക്കൽ കോളേജിൽ പോ. ഞാൻ മെഡിക്കൽ കോളേജിൽ 4-ാം വാർഡിൽ മാനസികാസ്വസ്ഥത ഉള്ളവരെ കാണാൻ എല്ലാ ആഴ്ചയിലും പോകുന്നതായിരുന്നു. ഞാൻ അന്ന് ഇവിടുന്ന് നേർച്ച വസ്തുക്കളെല്ലാം മേടിച്ച് ഒരു 10,900 രൂപയുടെ നേർച്ച വസ്തു മേടിച്ച് വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പോൾ ചേട്ടത്തേക്ക് പനിയായിട്ട് കിടക്കുവാണ്. അവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. പിള്ളേർ സ്കൂൾ വിട്ട് വരും. എങ്കിലും ഞാനത് മൈൻഡ് ചെയ്തില്ല. നേരെ 10,3500 രൂപ വീട്ടിലിരിപ്പുണ്ട്. അതും എടുത്ത് ഈ നേർച്ച വസ്തുവായിട്ട് മെഡിക്കൽ കോളേജിൽ പോയി. മെഡിക്കൽ കോളേജിൻ്റെ 4-ാം വാർഡിൽ ചെന്ന് അവിടെ എല്ലാവരുമായിട്ട് സംസാരിച്ചു. നേർച്ച വസ്തുക്കൾ കൊടുത്തു. അവർക്ക് വേണ്ടി വരുന്ന എൻ്റെ കയ്യിലുണ്ടായിരുന്ന ക്യാഷും ഞാൻ കൊടുത്തു. എന്നിട്ട് ഞാനിങ്ങനെ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ഒരപ്പച്ചനും അമ്മച്ചിയും ഒരു ബെഡിൽ ഇരുന്ന് പച്ചവെള്ളം കുടിക്കുക. 5 മണിയായി ആ ടൈമിൽ. ഞാൻ ചോദിച്ചത് എന്നാ വെള്ളം കുടിക്കുന്നേ, ചായ കുടിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അടുത്തിരുന്നവർ പറഞ്ഞു അവർക്ക് ആരുമില്ല, പൈസയുടെ ബുദ്ധിമുട്ടുമാണെന്ന്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ക്യാഷ് മൊത്തം കൊടുത്തു. 1000 രൂപ എൻ്റെ കയ്യിൽ ബാലൻസ് ഉള്ളൂ. എനിക്ക് ചിക്കൻ മേടിച്ചുകൊണ്ട് വീട്ടിലോട്ട് പോകണം. ഞാൻ ഒന്നും കൊടുക്കാതെ പുറത്തോട്ട് ഇറങ്ങി. കുറച്ച് കഴിഞ്ഞ് അങ്ങ് നടന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ പറയുക, ചിക്കനേക്കാളും അത്യാവശ്യം അവർക്ക് ചായക്ക് ക്യാഷ് കൊടുക്കാൻ മേലേന്ന്. ഞാൻ തിരിച്ച് വന്ന് ആ 1000 രൂപയിൽ നിന്ന് 500 രൂപ അപ്പച്ചൻ്റെ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ 2 പേരും ചായ മേടിച്ച് കുടിക്കുക കേട്ടോ എന്ന്. എന്നിട്ട് ഞാൻ തിരിച്ച് ചിക്കനും ഒക്കെ മേടിച്ച് വീട്ടിൽ വന്നു. പിറ്റേ ദിവസം ഞങ്ങളുടെ പള്ളിയിൽ, ഇടവക പള്ളിയിലെ കൊടി കയറുവാണ്. കൊച്ചിൻ്റെ കൈ ക്യാഷ് കൊടുത്ത് വിടണം, ചേട്ടൻ്റെ പിള്ളേർക്ക് കൊടുക്കണം. ക്യാഷ് വരണമെങ്കിൽ 3-4 ദിവസം കൂടെ കഴിയും. ആരോടും ചോദിക്കാൻ മടിയും. അക്കൗണ്ടിൽ 1000 രൂപ കിടപ്പുണ്ട്. പക്ഷേ ഞാൻ ഉറങ്ങാൻ കയറിയിട്ട് ഫോണിനകത്ത് ചുമ്മാ ഒന്ന് നോക്കിയപ്പോൾ എൻ്റെ അക്കൗണ്ടിനകത്ത് 35,000 രൂപ കിടക്കുന്നു. അന്ന് തന്നെ വന്നിരിക്കുന്നത്. ഞാൻ അന്നേരം വൈഫിനെ വിളിച്ചു. വൈഫ് 1,00,000 രൂപയാണ് അയക്കുന്നത്, ഈ 35,000 രൂപ അല്ല, സാലറി വന്നിട്ടുമില്ല. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ പുള്ളിക്കാരി അയച്ചിട്ടില്ല. പിറ്റേ ദിവസം ബാങ്കിലെ മാനേജർ എൻ്റെ ഫ്രണ്ടാണ്. ആ സാറിനെ പോയി ഞാൻ കണ്ട് സാറിനോട് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു, ഈ ക്യാഷ് എവിടെ നിന്ന് വന്നതാണെന്ന് ഞങ്ങൾക്കൊരു പിടുത്തവുമില്ല, ഗവൺമെൻറ്റിൽ നിന്നോ വല്ലതും വന്നതായിരിക്കും. അങ്ങനെ 3,500 രൂപ മെഡിക്കൽ കോളേജിൽ കൊടുത്ത് ക്യാഷ് ഇല്ലാതെ വേദനിച്ച സമയത്ത് 35,000 രൂപ അമ്മ മാധ്യസ്ഥം വഹിച്ച് എനിക്ക് മേടിച്ചു തന്നു. 1000 നന്ദി ഞാൻ പറയുന്നു. പിന്നെ വെളുപ്പിനെ 3 മണിക്ക് അമ്മയുടെ സുഗന്ധത്തിൻ്റെ, മുല്ലപ്പൂവിൻ്റെ സുഗന്ധം എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അടുത്തതാണ് ടൈം ഷോർട്ടിങ് എന്ന് പറഞ്ഞ് അച്ഛൻ പറയുന്ന എൻ്റെ സാക്ഷ്യം. അതായത് എൻ്റെ വൈഫ് കുവൈറ്റിലാണ് ജോലി ചെയ്യുന്നത്. അവിടെ കോൺട്രാക്റ്റ് ബേസാണ്. ഇവിടെ സാക്ഷ്യം എഴുതി പ്രാർത്ഥിച്ചിട്ട് ഒരു വർഷത്തെ കോൺട്രാക്റ്റ് ഞങ്ങൾക്ക് റിന്യൂവൽ ചെയ്ത് കിട്ടി. പിന്നെ ഒരു 6 മാസവും കൂടെ കിട്ടി. അത് കഴിഞ്ഞപ്പോൾ അവിടെ എല്ലാവരും മാറേണ്ടി വന്നു. എനിക്ക് ബാങ്കിൽ ലോണുണ്ട്. ഈ 60 ലക്ഷം രൂപ വായ്പ കൊടുത്ത ആൾ തന്നിട്ടില്ല. വല്ലാത്ത ഞെരുക്കം, എങ്ങനെ ലോൺ അടയ്ക്കും, വല്ലാതെ വേദനിച്ച് ഞാൻ അമ്മയോട് പറഞ്ഞു അതൊരു വഴി കാണിച്ചു തരണമേ എന്ന് ഞാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങി അന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു UK ഒരു ബയോഡേറ്റ കൊടുക്കാൻ. ഞങ്ങൾ UK നേരത്തെ കൊടുത്തതാണ്. ഒരു റിപ്ലൈ അവിടെ നിന്ന് വന്നില്ല. ബയോഡേറ്റ കൊടുത്തു. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ബയോഡേറ്റക്കാർ എൻ്റെ വൈഫിനെ വിളിച്ചു. അവർ ബയോഡേറ്റ സെലക്ട് ആക്കി. എല്ലാം പെട്ടെന്ന് ടൈം ഷോർട്ടനിങ്ങാണ്. ഇൻ്റർവ്യൂ നടത്തി, ഇൻ്റർവ്യൂ പാസ്സായി. പക്ഷേ എന്ത് ചെയ്താലും വൈഫ് IELTS എഴുതിയല്ല. UKV IELTS ആണ് എഴുതേണ്ടത്, അത് എഴുതിയല്ല. കാരണം പഠിത്തമായിട്ട് ടച്ച് വിട്ടുപോയി. ഉള്ളി പ്രാക്ടിക്കൽ മാത്രമേ ഉള്ളൂ. ഞാൻ വൈഫ് അറിയാതെ വൈഫിൻ്റെ ഫോട്ടോയുമായിട്ട് അച്ഛനെ വന്ന് കണ്ടു. അച്ഛൻ അമ്മേനെ കാണിച്ച് പ്രാർത്ഥിച്ചു. അച്ഛൻ എൻ്റെ കവള് തടിച്ചിട്ട് പറഞ്ഞു, നീ ഇവിടെ സാക്ഷ്യം പറഞ്ഞാൽ മതിയെന്ന്. ഞാൻ ഇവിടുന്ന് ഇറങ്ങി വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് വൈഫ് പറഞ്ഞു എക്സാമിനുള്ള ഡേറ്റ് ഞാൻ എടുത്തിട്ടുണ്ടെന്ന്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അന്നേരം അമ്മ അത് ഏറ്റെടുത്തു. അച്ഛൻ പറഞ്ഞപ്പോൾ അമ്മ അത് സ്വീകരിച്ചെന്ന് എനിക്ക് മനസ്സിലായി. എക്സാം പിറ്റേ മാസമായിരുന്നു. എക്സാം പാസ്സായി പോകുന്നതിന് 12 ലക്ഷം രൂപ വേണം. ഒരു കാശിന് ഒരു മാർഗ്ഗവും ഇല്ലാത്ത സമയം. ആ 12 ലക്ഷം രൂപയും
എവിടുന്ന് വന്നെന്ന് എനിക്കറിയത്തില്ല. തിരിച്ചു കൊടുക്കേണ്ടാത്ത ലക്ഷങ്ങളുണ്ട്, എന്തെങ്കിലും ഉള്ളപ്പോൾ തിരിച്ചു കൊടുത്താൽ മതിയെന്ന് പറഞ്ഞവരുണ്ട്. അങ്ങനെ ഞങ്ങൾ, എൻ്റെ വൈഫ് കയറി യു കെയിലെത്തി. പിറ്റേ ദിവസം തന്നെ വൈഫ് ജോലിക്ക് കയറി 15 ദിവസത്തിനുള്ളിൽ എൻ്റെ വൈഫിന് വീട് അവിടെ കിട്ടി. അത് ഭയങ്കര അത്ഭുതമാണ്. കാരണം 3 മന്ത് സാലറി വന്നിട്ടേ ഉള്ളൂ. ഓൺലൈനിൽ അപ്ലൈ ചെയ്താൽ മാത്രമേ ഉള്ളൂ വീട് വാടകയ്ക്ക് കിട്ടുകയുള്ളൂ, അല്ലാതെ വീട് വാടകയ്ക്ക് കിട്ടുന്നതല്ല. അപ്പം ഞാനിവിടെ ആ ഞായറാഴ്ച, ഇവിടെ സെപ്റ്റംബർ മാസമാണ്, വണക്കമ്മ 8 നോമ്പിൻ്റെ ടൈമിലാണ്. അപ്പം ഞാനിവിടെ വന്നു. അച്ഛനെ ഒന്ന് കാണാം എന്ന് പ്രാർത്ഥിക്കാം. കൊച്ചച്ഛനെയാണ് കാണാൻ ഉദ്ദേശിച്ചത്. അച്ഛനെ കാണാൻ വേണ്ടി ഞാൻ ആ പുറകിലോട്ട് പോയിരുന്നു. കാരണം 8 നോയമ്പാണ്, കൊച്ചിനോട് ഒച്ച വെക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച്. എന്നാൽ അതെല്ലാം മാറിക്കോളും. കൊച്ചച്ഛനെ കാണാൻ പുറകിൽ ചെന്ന് നിന്നിട്ട് അച്ഛനെ കാണാൻ പറ്റിയില്ല. അച്ഛനൊരു ഫോണിൽ സംസാരിച്ച് അകത്തോട്ട് മാറി. അപ്പം വല്യച്ഛനും കൂടെയുള്ള സിസ്റ്ററും വേറെ 2-3 പേരും കൂടെ സ്പീഡിൽ നടന്നു വരിക. അച്ഛൻ എന്നോട് ചോദിച്ചു, ഇതെന്നാ മകനെ ഇവിടെ നീ നിൽക്കുന്നതെന്ന് ചോദിച്ചു. സൺഡേ ആണെന്ന് ഓർത്തോണം, ആരെയും അച്ഛൻ ബ്ലെസ് ചെയ്യുന്നതല്ല. അതിനു മുമ്പ് ഒരു കാര്യമുണ്ട്. കാരണം ഞാൻ എല്ലാ ദിവസവും ജപമാല ചെല്ലുമ്പോൾ ഒരു പ്രത്യേക നിയോഗം വെക്കും. VP ജോസഫ് അച്ഛൻ എന്നെ ഒരുപാട് ഇഷ്ടമായിരിക്കണമെന്ന്, അച്ഛൻ എന്നെ ഒരുപാട് ഇഷ്ടപ്പെടണമേ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും. അത് അച്ഛൻ ഇവിടെ ധ്യാനത്തിന് വരുമ്പോൾ പണ്ട് നോക്കത്തില്ല, എന്നെ ചിരിക്കാൻ തുടങ്ങി, പിന്നെ എന്നെ കൈപൊക്കി കാണിക്കാൻ തുടങ്ങി. അങ്ങനെ ഭയങ്കര സ്നേഹമായി. അന്ന് ഈ വെളുപ്പിനെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, അമ്മേ ഇന്നെനിക്ക് അച്ഛൻ എന്നെ ഇഷ്ടമാണെന്നുള്ള തെളിവ് കാണിച്ചു തരണേന്ന്. ഞാൻ അങ്ങനെ ഈ കാര്യത്തിന് വേണ്ടി കൊച്ചച്ഛനെ കാണാൻ വേണ്ടിയാണ് ശരിക്കും പുറകിൽ പോയത്. വല്യച്ഛനാണ് നടന്നു വന്നത്. ഈ വല്യച്ഛൻ ഇങ്ങോട്ട് ചോദിച്ചു, അച്ഛൻ എന്നാ ചെയ്തു? തിരിഞ്ഞിങ്ങ എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ തലയിൽ എന്നാ മോനെ കാര്യം ചോദിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛാ പെട്ടെന്ന് എനിക്ക് പറയാൻ ഒന്നുമില്ലാഞ്ഞ്. ഞാൻ പറഞ്ഞു, വൈഫിന് വീട് കിട്ടിയില്ല അച്ഛാ, പെട്ടെന്ന് വീട് കിട്ടിയാലേ ഞങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അച്ഛൻ ഒരു 5 മിനിറ്റ് നേരം എൻ്റെ തലയിൽ കൈവച്ച് അവിടെ പ്രാർത്ഥിച്ചു. ഞാൻ അന്നേരം ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു പോയി. സൺഡേ അച്ഛൻ ആരെയും തൊടുന്നതല്ല, പക്ഷേ എനിക്ക് അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ച അച്ഛൻ എന്നെ ഇഷ്ടമാണെന്നുള്ള തെളിവ് എനിക്ക് കാണിച്ചു തരണമെന്ന് പറഞ്ഞു. അതേപടി ഇഷ്ടം അച്ഛൻ എന്നെ അവിടെ കാണിച്ചു. അതുപോലെ തന്നെ പിറ്റേ ദിവസം തന്നെ എൻ്റെ വൈഫിന് അവിടെ വീട് ശരിയായതും ഭയങ്കര അത്ഭുതമാണ്. കാരണം അവിടെ 1 വർഷമായ സ്റ്റാഫുണ്ട്. അവർ ഹസ്ബൻഡിനെയും പിള്ളേരെ കൊണ്ടുപോകാൻ വേണ്ടി വീട് എടുത്തിട്ടുണ്ട്. ആ പുള്ളിക്കാരിക്ക് ജോലി സ്ഥലത്ത് പെട്ടെന്ന് എന്തോ പ്രോബ്ലം ഉണ്ടായി. ആ പുള്ളിക്കാരിക്ക് അവിടുന്ന് മാറേണ്ടി വന്നു. അങ്ങനെ ആ പുള്ളിക്കാരിയുടെ വീട് ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. ഒരു സെക്യൂരിറ്റി പോലും കൊടുക്കാതെ ഞങ്ങൾക്ക് 15 മിനിറ്റ് യാത്രയുള്ളൂ അവിടുന്ന്. ആ വീട് ഞങ്ങൾക്ക് അമ്മ അനുവദിച്ചു തന്നു. അതുപോലെ അത്ഭുതകരമായിട്ടാണ് ആ വീട് കിട്ടിയത്. അതിന് ശേഷം എന്നെയും കൊച്ചിനെയും കൊണ്ടുപോകാനുള്ള പേപ്പർ വർക്കുകൾ ചെയ്യണം. അപ്പം ഞാൻ വൈഫിനോട് പറഞ്ഞു, വീട് കിട്ടിയല്ലോ, ഇനി പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. പേപ്പർ വർക്കിനുള്ള കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തു. VFSൽ കൊണ്ട് ഫോം കൊടുത്തു. ഞങ്ങൾക്ക് ഡേറ്റ് കിട്ടി. ഞങ്ങൾ 2 പേരും ചെന്നു. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു 10 അല്ലെങ്കിൽ 14 വർക്കിംഗ് ഡേയ്സ് വേണം എന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ വന്ന് അമ്മയോട് പ്രാർത്ഥിച്ചത് 10 ഡേയ്സിനുള്ളിൽ എൻ്റെയും കൊച്ചിൻ്റെയും വിസ വരണമെന്നുള്ളതാണ്. പക്ഷേ 3 ഡേയ്സിനുള്ളിൽ അവിടുന്ന് വിളിച്ച് പറഞ്ഞു, നിങ്ങളുടെ പാസ്പോർട്ട് ഡിസ്പാച്ച് ആയിട്ടുണ്ട്, വന്ന് കളക്ട് ചെയ്യാൻ. ഞാൻ ഒരുപാട് പേടിച്ചു. കാരണം എൻ്റെ പെങ്ങൾ UK അവൾ പറഞ്ഞു 3 ദിവസം കൊണ്ട് വരുന്നത് റിജക്റ്റാണ്, അവൾക്ക് ആദ്യം അങ്ങനെ വന്നതാണ്. പിന്നെ അതുപോലെ എൻ്റെ വൈഫിൻ്റെ ഒരു കൂട്ടുകാരിയുടെ ഹസ്ബൻഡ് അവിടുന്ന് വിളിച്ചിട്ട് പറഞ്ഞു, അവരുടെ ഇങ്ങനെ VFS കൊടുത്തിട്ട് അവരുടെ ഹസ്ബൻഡിൻ്റെ വന്നു, കൊച്ചിൻ്റെ ഇതുവരെ വന്നില്ല, 2 മാസമായി, ഒന്ന് അവിടെ ചോദിക്കാവോ എന്ന് ചോദിച്ചാണ് എന്നെ വിളിച്ചത്. ഞാൻ അന്നേരം അതും കൂടെ കേട്ടപ്പോൾ വല്ലാതെ വേദനിച്ചു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇവിടുത്തെ പത്രം ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. ഞാൻ നേരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി 3 കെട്ട് പത്രം അന്നുണ്ടായിരുന്നു. ആ പത്രവും കൊടുത്ത് വിശ്വാസ പ്രമാണവും ചൊല്ലി. പിന്നെ എനിക്ക് അച്ഛനെ 15 വർഷം പിടിച്ചു നിർത്തിയത് അച്ഛൻ പറയുന്നത് കർത്താവിൻ്റെ മാലാഹ ചൊല്ലി. എനിക്ക് ജപമാല കാണാതെ ചെല്ലാൻ അറിയത്തില്ല. കർത്താവിൻ്റെ മാലാഹ ആ ബസ്സേലിരുന്ന് ചൊല്ലി. ഞാൻ നേരെ കൊറിയർ ഓഫീസിൽ ചെന്ന് അവർ പാസ്പോർട്ട് എൻ്റെ കയ്യിലോട്ട് തന്നു. ഞാൻ കാശ് രൂപം വെച്ച് അതിൻ്റെ പൊക്കത്ത് വെച്ച് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി. എൻ്റെ കൊച്ചിൻ്റെയാണ് ആദ്യം പൊട്ടിച്ച് നോക്കിയപ്പോൾ കൊച്ചിൻ്റെ വിസ അടിച്ചിട്ടുണ്ട്. അതിന് തൊട്ട് പുറകെ എൻ്റേത് നോക്കി. അതുപോലെ തന്നെ ഞങ്ങളുടെ 2 പേരുടെയും വിസ 3 ഡേയ്സിനുള്ളിലാണ് ഞങ്ങളുടെ കയ്യിൽ കിട്ടിയത്. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ഇത്രയെല്ലാം എനിക്ക് അനുഗ്രഹം കിട്ടിയത് എങ്ങനെയാണെന്നൊന്ന് മനസ്സിലാക്കണ്ടേ. ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എല്ലാ ദിവസവും 3 മണിയാവുമ്പോൾ ഞാൻ എണീറ്റിട്ട് വായിക്കോട്ടായും വെച്ച് പോയി പ്രാർത്ഥന ചെല്ലുവല്ല ചെയ്യുന്നത്. അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഭക്തിയോടും ശുദ്ധിയോടും കൂടെ ചെല്ലാൻ. ഞാൻ ആ വെള്ളം എടുത്ത് കുളിച്ച് ശുദ്ധി വരുത്തി 2 കൈയും വിരിച്ച് പിടിച്ച് എൻ്റെ വീടിൻ്റെ 5 മിനിറ്റ് അകലെ എനിക്ക് വേറൊരു വീടുണ്ട് വിൽക്കാനിട്ടേക്കുന്നതും. ആ വീട്ടിലോട്ട് ഞാൻ ആ 3 മണിക്ക് നടന്നു പോവും. വീട്ടുകാർ പറയും ഈ സമയത്ത് നടന്നു പോകല്ലെന്ന്. ഞാൻ നടന്നു പോവും. കാരണം എനിക്ക് ഒച്ചയിൽ ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ ഇറങ്ങി വരണം. ഞാൻ മുട്ടയെ നീന്തി 2 കൈയും വിരിച്ച് പിടിച്ച്
ഈ രഹസ്യം ഒരു രഹസ്യമല്ല, 4 രഹസ്യവും 3:30 സ്റ്റാർട്ട് ചെയ്യുന്നത് 4:45 വരെ കൈ വിരിച്ച് പിടിച്ച് ജപമാല ചെല്ലും. ഈ 4 രഹസ്യവും. അത് കഴിഞ്ഞാൽ ഞാൻ ചെല്ലുന്നത് ഇവിടുത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ്. പ്രത്യക്ഷീകരണ പ്രാർത്ഥന 4:45 ചെല്ലും. അത് കഴിഞ്ഞാൽ ബൈബിൾ വായനയാണ് 5 തൊട്ട് 5:30 വരെ. ബൈബിൾ വായിക്കുക എന്ന് പറഞ്ഞാൽ ഒഴുകുവാണ്. ഞാൻ ബൈബിൾ വായിച്ച് ഒഴുകുവാണ്. ആ ബൈബിൾ വചനം കേട്ടാൽ വൈകിട്ട് സന്ധ്യാപ്രാർത്ഥന ചെല്ലുമ്പോൾ എൻ്റെ പിള്ളേർക്കൊക്കെ മടിയാണ്. പക്ഷേ എൻ്റെ ബൈബിൾ വാചന കേട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഞാൻ അത് പിന്നെ റിപ്പീറ്റ് ചെയ്യുവാണ്. എൻ്റെ ഈ കൊച്ചു പറയും, പപ്പാ ഇന്നലെ ഇതല്ലേ വായിച്ചെന്ന്. കാരണം അത്രയ്ക്കും ഞാൻ ഒഴുകിയാണ് ബൈബിൾ വായിക്കുന്നത്. ഇതെനിക്ക് പഠിക്കാൻ സാധിച്ചത് എൻ്റെ വികാരിയച്ഛൻ്റെ, ഞങ്ങളുടെ ഇടവക വികാരിയച്ഛൻ ബൈബിൾ വായിക്കുന്നത് അങ്ങനെയാണ്. അത് കേട്ടാണ് ഞാൻ അങ്ങനെ വായിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഞാനും എൻ്റെ കൊച്ചും കൂടെ 6 മണിക്കത്തെ കുർബാനയ്ക്ക് നേരെ ഞങ്ങളുടെ ഇടവക പള്ളിയിൽ പോകും. അച്ഛൻ്റെ കുർബാനയും കൂടി അത് കഴിഞ്ഞ് സെമിത്തേരി കയറി അവർ എവിടെയുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. അവർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് തിരിച്ച് വന്ന് എൻ്റെ കൊച്ചിനെ സ്കൂളിൽ പോകാൻ ഒരുക്കും. അത് കഴിഞ്ഞാൽ നേരെ പോകുന്നത് കോട്ടയത്തുള്ള അനാഥാലയത്തിലാണ്. അവിടെ 70 പേരുണ്ട്, പ്രായം ചെന്നവരും ഒട്ടും വയ്യാത്തവരുമായിട്ടുള്ളത്. ആഴ്ചയിൽ 3 ദിവസം ഞാൻ അവിടെ പോകും. അവിടെ ചെന്നാൽ 9:30 ചെന്നാൽ ചുമ്മാ അവിടെ സ്പെൻഡ് ചെയ്യുകയല്ല ചെയ്യുന്നത്. കൂലിപ്പണി ചെയ്യുന്നവരെക്കാളും വേർത്ത് ജോലി ചെയ്യുക. 17 പേരെ ഞാൻ ഒരു ദിവസം കുളിപ്പിക്കും. അതായത് കാല് മുഴുവൻ പുണ്ണായിട്ടുള്ളവർ, മോഷനും യൂറിനും എല്ലാം പോയിട്ട് പാമ്പേഴ്സ് തലേ ദിവസത്ത് നിറഞ്ഞ് ഭയങ്കരമായിട്ട് സ്മെല്ലുള്ളത്. അച്ഛൻ ഇവിടെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചില വീടുകളിൽ ഇതിനു വേണ്ടി പ്രായം ചെന്നവരെ കുർബാന കൊടുക്കാൻ പോകുമ്പോൾ കഫം തിളയ്ക്കുന്ന മണം കേട്ടാൽ വല്ലാതെ ഛർദ്ദിക്കുമെന്ന്. ആദ്യത്തെ 1-2 പ്രാവശ്യം എനിക്കങ്ങനെ ബുദ്ധിമുട്ടെങ്കിലും ഞാൻ എൻ്റെ ഈ കൈ കൊണ്ട് നല്ല രീതിയിൽ അവരെ തേച്ച് കഴുകി കുളിപ്പിക്കും. കയ്യെ കൂടെ വെള്ള കളറുള്ള പുഴു ഒഴുകി വന്നിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു ബുദ്ധിമുട്ടും തോന്നിയില്ല. എണ്ണയൊക്കെ തേച്ച് മസാജ് ചെയ്ത് ആ അപ്പച്ചന്മാരെ 17 പേരെയും കുളിപ്പിച്ച് നല്ല വൃത്തിയാക്കി അവിടെ ഇരുത്തും. അത് കഴിഞ്ഞാൽ ചെല്ലുന്നത് നേരെ അമ്മച്ചിമാരുടെ അടുത്തോട്ടാണ്. പ്രായം ചെന്ന അമ്മച്ചിമാരാണ്. 96 വയസ്സ് 95 വയസ്സുള്ളതാണ്. ആ മുറിക്കകത്തോട്ട് ആർക്കും കയറാൻ പറ്റത്തില്ല. അതുപോലെ യൂറിൻ്റെ സ്മെല്ലാണ്. അവർ വൃത്തിയാക്കി ഇടാഞ്ഞിട്ടല്ല, കാരണം ഇവർക്ക് യൂറിൻ പൊയ്ക്കൊണ്ടിരിക്കുക, കണ്ണ് കാണാൻ മേല. ഞാൻ അമ്മച്ചിയെ നിന്ന് വിളിക്കുമ്പോൾ എൻ്റെ മോൻ വന്നോ എന്ന് ചോദിക്കും അമ്മ. ഞാൻ ചെന്ന് വെള്ളം ചൂടാക്കി അവരെ കുളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വെള്ളം മേത്തോട്ട് മൊത്തം ഒഴിക്കുമല്ല, കാലയിൽ ആദ്യം കുറച്ചൊഴിക്കും. കാരണം നല്ല ചൂട് വേണം. ഇത്രയും പ്രായമായവരാണ്. അവർക്ക് ആ വെള്ളം ഒഴിച്ചൊഴിച്ച് പതുക്കെ മുകളിലോട്ടാക്കി നല്ലതായിട്ട് കുളിച്ച് തോർത്തി നല്ല ഡ്രസ്സ് വിട്ടീച്ച് അവരെ കടത്തും. അവൻ്റെ കൊച്ചിൻ്റെ ക്യൂട്ടക്സ് എടുത്തുകൊണ്ട് പോയി കാലേ ക്യൂട്ടക്സ് ഇട്ട് കൊടുക്കും. പഴയ കാലത്തെ പാട്ട് പാടി അവരെ കേൾപ്പിക്കും, ഡാൻസ് കളിച്ച് കാണിക്കും. അങ്ങനെ ഒരുപാട് സന്തോഷത്തോടെയാണ് ചെയ്യുന്നത്. പിന്നെ പത്രം എല്ലാ മാസവും 4 കെട്ട് പത്രം വാങ്ങിക്കും. മെഡിക്കൽ കോളേജിൻ്റെ അവിടെ എൻ്റെ കൊച്ച് അപ്പുറത്തെ സൈഡിൽ, ഞാൻ ഇപ്പുറത്ത് നിന്ന് ഞങ്ങൾ പത്രം കൊടുക്കും. കൊച്ചിന് പറയാൻ അറിയത്തില്ല എങ്കിലും പറയും, ഈ പത്രം വായിക്കണം അമ്മ, ഒത്തിരി അനുഗ്രഹം തരുമെന്ന് പറയും. ഇന്നലെ ഞങ്ങൾ കൊടുക്കാൻ പോയി. അപ്പോൾ ഇവൾ പറഞ്ഞു, പത്രം 3-4 പേര് വാങ്ങിച്ചില്ല, എനിക്കിനി കൊടുക്കാൻ മടിയാ പപ്പ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, കൊച്ചവിടെ നിന്ന് കൊടുത്തോ, അമ്മ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഇതുപോലെ രീതിയിലാണ് ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് എനിക്ക് കൊട്ട നിറച്ച് അമ്മ തന്നു വിടുന്നത്. ഇനി നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പിതാവായ ദൈവത്തിനും 1000 നന്ദി. പരിശുദ്ധ അമ്മയുടെ വല്ല അനുഭവത്തിൻ്റെ സാക്ഷ്യം വളരെ വ്യക്തമായിട്ട് തൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് അനുഭവപ്പെട്ടതെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു, അതിൻ്റെ കാരണം പറഞ്ഞു. അവസാനം പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് ഇവിടെ സാക്ഷ്യം പറയുന്നവരുടെക്കലും അവർ പറഞ്ഞില്ലെങ്കിൽ അവരോട് അവർ ചെയ്ത കാരുണ്യ പ്രവർത്തനങ്ങൾ പറയുവാനായിട്ട് നമ്മളിവിടുന്ന് ചോദിക്കുകയോ അല്ലെങ്കിൽ അവരുടെ അടുക്കൽ പറയുകയോ ചെയ്യും. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്, നമുക്കിപ്പോൾ ആവശ്യത്തിലേറെ ചൊല്ലുന്ന പ്രാർത്ഥനകൾ സഭയിൽ ലഭ്യമാണ്. ഇഷ്ടംപോലെ പ്രാർത്ഥനകൾ നൊവേനകളായിട്ടും ജപമാലകളുടെ വിവിധ ഫോമുകളായിട്ട് ലഭ്യമാണ്. പക്ഷേ അതിനുമപ്പുറം ചെയ്യുന്ന വിശ്വാസത്തിൻ്റെ പ്രവർത്തികൾ ചെയ്യുവാനായിട്ട് സീരിയസ് ആയിട്ട് ഇതിനെടുക്കുന്നവർ മാത്രമേ, അച്ഛൻ്റെ നിർബന്ധം അതാണ്. ഉടമ്പടി എടുക്കാൻ വരുന്നവർ വെറുതെ പ്രാർത്ഥിച്ചിട്ട് ഇവിടെ ചിലവഴിച്ചിട്ട് പോകല. അതിൻ്റെ പിന്നിൽ ഇപ്പം ഈ സഹോദരൻ പറഞ്ഞതുപോലെ ഉള്ള ഒരുപാട് പ്രവർത്തനങ്ങളുടെ ബലമുണ്ട്. അത് ജപം, അപ്പോൾ 20% പ്രാർത്ഥന എന്ന് അച്ഛൻ എപ്പോഴും 80% പ്രവർത്തനം. അപ്പം വളരെ വ്യക്തമായിട്ടത് പറയുന്നുണ്ട്. ഒരു പക്ഷേ ഇങ്ങനെ പറയുന്നത് നല്ലതാണെന്ന് ബഹുമാനപ്പെട്ട അച്ഛന് ബോധ്യപ്പെടാൻ കാരണം, ഇപ്പോൾ ഇവിടെ നിന്ന് കേട്ട ഇത്രയും പേർക്ക് അവർ ചിലപ്പോൾ ഒരു ദിവസം ഒരു അനാഥാലയത്തിൽ പോയി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നതല്ല, അതിനുമപ്പുറം ചെയ്യുന്നവരുണ്ട് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ. അങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്തതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഇപ്പോൾ അമ്മ മാതാവിൻ്റെ വലിയ സാന്നിധ്യം ജീവിതത്തിൽ ഉണ്ടായെന്നുള്ള വലിയ ബോധ്യപ്പെടലിൽ നിന്നാണ് വളരെ വ്യക്തമായിട്ട് സംസാരിക്കുന്നത്. ഒരു പക്ഷേ ഉടമ്പടി എടുക്കുന്നവർക്ക് അച്ഛൻ എപ്പോഴും പറയുന്നുണ്ട്, നമ്മൾ ഏറ്റവും കൂടുതൽ മനോഹരമായിട്ട്
നമ്മുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. ഇതിപ്പം ഈ വ്യക്തിയുടെ അല്ല, ചില വിദ്യാർത്ഥിനികളുടെ സാക്ഷ്യങ്ങളും ഒക്കെ ഇതുപോലെ. അവരാദ്യം ഈ മകൻ പറഞ്ഞതുപോലെ തന്നെ ആദ്യം നമുക്കെല്ലാവർക്കും ഒരു അറപ്പും മടുപ്പും ഒക്കെ തോന്നുന്ന സാഹചര്യത്തിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് ഇപ്പം കാരുണ്യ പ്രവർത്തനങ്ങൾ 2 രീതിയിലുണ്ടല്ലോ. ഒന്ന് പേരിന് പോയി ചെയ്തു എന്ന് വെക്കാം, രണ്ടാമത്തത് മനസ്സറിഞ്ഞ് ഉള്ളറിഞ്ഞ് സമയം കണ്ടെത്തി ആഴമായിട്ട് ചെയ്യാം. അത് അവസാനം പറയുന്നുണ്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു അനുഗ്രഹം ദൈവം തരാതിരിക്കില്ല എന്ന് തന്നെയാണ് ഇവിടെ സാക്ഷ്യം പറയുന്നത്. ഇവിടെ സാക്ഷ്യം പറയുന്നതിൽ ഒരു ഭൂരിഭാഗം പേരും തന്നെ ഇങ്ങനെ സമയം കണ്ടെത്തി ചെയ്യുന്നവരാണ്. ചില സാക്ഷ്യങ്ങളിൽ അത് വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട് എന്ന് മാത്രം. ചില വിദ്യാർത്ഥിനികളുടെ സാക്ഷ്യങ്ങളിലും അവർ ഇതുപോലെ തന്നെ പറയുന്നുണ്ട്, ഞാൻ വെറുതെ പോയിട്ട് കണ്ട് ചിരിച്ചിട്ട് വരികയല്ല, ഞാൻ അവിടെ പോയി അവളുടെ ബാത്റൂമും എല്ലാം ക്ലീനാക്കി അവരോട് സംസാരിച്ച് സംഭവം ഇങ്ങനെ ഒരു പരിചയമില്ലാത്തതുകൊണ്ട്. ഇപ്പം ഇന്ന് ലത്തീൻ രീതിയിലുള്ള സുവിശേഷം നിങ്ങൾ രാവിലെ കുർബാനയ്ക്കുണ്ടെങ്കിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നതാണ്, നിങ്ങളൊരു വിരുന്ന് നടത്തുമ്പം നിങ്ങളുടെ സ്നേഹിതരെയോ ധനികരെയോ ബന്ധുമിത്രാദികളെ അല്ല വിളിക്കേണ്ടത്, നിങ്ങൾക്ക് പകരം ചെയ്യാൻ ഉറപ്പില്ലാത്തവരെ. കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ നിന്ന് ആവശ്യപ്പെടുന്നത്. അപ്പം അങ്ങനെ വ്യക്തമായിട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്ന് വളരെ വ്യക്തമായിട്ട് പറയാനുണ്ട്. അപ്പോൾ രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തി ഒച്ചത്തിൽ ബൈബിൾ വായിച്ചപ്പം ഇങ്ങനെ ഒരുപാട് സമയവും ഇങ്ങനെ ഒരുപാട് പ്രാർത്ഥനയുണ്ട്. അതൊക്കെ ഇങ്ങനെ പേരിന് ചെയ്തതുമല്ല എന്ന് വ്യക്തമാണ്. അപ്പോൾ കുഞ്ഞും ഈ പ്രേക്ഷിത പ്രവർത്തനത്തിൽ കൂടെ നിൽക്കണുണ്ട്. അപ്പോൾ ഉടമ്പടി എടുത്തത് ഒരു കുടുംബത്തിന് വേണ്ടിയാണ്, അതും വ്യക്തമാണ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിക്കപ്പെട്ടതും എങ്ങനെയാണ് മാതാവുമായിട്ടും ഈശോയായിട്ടൊക്കെ അടുക്കാനായിട്ട് ഇത് സഹായിച്ചു എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് ഈ മകൻ പറയുന്നുണ്ട്. അപ്പോൾ ഇനിയും മുൻപോട്ടുള്ള ജീവിതത്തിൻ്റെ യാത്രയിൽ ഇങ്ങനെ ഒരുപാട് പേർക്ക് ദൈവത്തിൻ്റെ സ്നേഹം പകർന്നു കൊടുക്കുവാനായിട്ട് എല്ലാ രീതിയിലും പരിശുദ്ധ അമ്മ മാതാവിൻ്റെ സഹായത്തിൽ അമ്മ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഇന്ന് വരെ ലഭിച്ച എല്ലാ അനുഗ്രഹം പ്രതി ഈ സഹോദരനെ പ്രതിയും ഈ സഹോദരൻ നമുക്ക് നൽകിയ പ്രചോദനമായ സാക്ഷ്യത്തെ പ്രതിയും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം